കോള് ചെയ്യുക ചെയ്തത്. സോഫി ഔസേപ്പ് പറഞ്ഞോ. സോഫി ഔസേപ്പ് പോയി. ആരോടെങ്കിലും പറയുമ്പോൾ അവരങ്ങ് കട്ട് ചെയ്ത് കളയും ചേർത്ത്. ആരേ പറഞ്ഞോളൂ. സോഫി ഒന്നും അങ്ങനെ പോകുന്നതേ അല്ല. എന്ത് പറ്റി നോക്ക്. പറഞ്ഞ് പേര് ഉച്ചരിച്ചപ്പോ പോയി. ആലെ പറഞ്ഞു. സിസ്റ്റർ ഇന്ന് ആദ്യം സിസ്റ്റർ പ്രാർത്ഥിച്ച സമയത്ത് ഒത്തിരി പരിശ്രമാവിന്റെ ശക്തമായ അഭിഷേകം ഉണ്ടായിരുന്നു. സിസ്റ്ററിന്റെ കൂടെ അങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു മനസ്സുകൊണ്ട്. അതുപോലെ നല്ല അഭിഷേകമുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. അതുപോലെ ലാലിയും സിജിയും ദീപ്തിയും ഒക്കെ പ്രാർത്ഥിച്ചപ്പോ ഓരോ കാര്യങ്ങളും പറഞ്ഞ് പ്രാർത്ഥിച്ച് അവരൊക്കെ പരിശുദ്ധാത്മാവിന്റെ നിറവില് അഭിഷേകത്തിലാണ് എല്ലാവരും പ്രാർത്ഥിച്ചത്. നല്ലൊരു അനുഭവമായിരുന്നു. എല്ലാ കാര്യങ്ങളും എടുത്തെടുത്ത് പറഞ്ഞ് ആ പ്രാർത്ഥന എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഇന്ന് കുറച്ചുകൂടെ നല്ല വിഷയത്തോടെയായിരുന്നു. ശരിക്കും പരിശുദ്ധാത്മാവിന്റെ വിഷയത്തോടെയായിരുന്നു. അതുപോലെ സോഫി ജാനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും നല്ല അഭിഷേകമായിരുന്നു. അങ്ങനെ നല്ലൊരു അനുഭവമായിരുന്നു. ഏതായാലും സ്വർഗം സന്തോഷിച്ച അങ്ങനെയാണ് എനിക്ക് അത് ഫീൽ ചെയ്തത്. നമ്മുടെ പ്രാർത്ഥന ഈ പ്രാർത്ഥനയുടെ സ്വർഗം തീർച്ചയായിട്ടും സന്തോഷിക്കുന്നുണ്ട്. ഈശോ അനുഗ്രഹിക്കുകയും ചെയ്യും. ദീപ്തി ടോക്ക് കേട്ടപ്പോഴും ഇങ്ങനെ കൂടുതൽ ഈ ഓരോന്ന് കേൾക്കുമ്പോഴും കൂടുതൽ ബോധ്യങ്ങളും അതുപോലെ അതിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു അനുഭവമാണ് കിട്ടണത്. അപ്പൊ കൂടുതൽ ഇനിയും ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നിന്ന് പ്രാർത്ഥിക്കാൻ ഈശോയുടെ കൂടെ തന്നെ പ്രാർത്ഥിക്കാനും ജീവിക്കാനും ഓരോ നിമിഷവും ഈശോ കൊടുത്തുകൊണ്ട് തന്നെ ജീവിക്കാൻ, അതുപോലെ ക്ഷമ ചോദിക്കാനുള്ള ഇതുവരെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ നോക്കുമ്പോൾ സ്വന്തമായിട്ട് ജീവിച്ചതും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടായിട്ട് നമ്മളത് മനസ്സിലാക്കാതെ ജീവിച്ചു പോയ അപ്പൊ അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം, ലോസ്റ്റ് ആയി പോയെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പൊ ഈശോ കാണുന്നുണ്ടല്ലോ, നമുക്ക് ഈശോ അറിയാലോ. ഈശോ ഇഗ്നോറൻസ് നോക്കണില്ല. പിന്നീട് അപ്പൊ അതൊരു സന്തോഷം. അത് പിന്നെ ഇങ്ങനെ വളരാനൊരു ഇനി കൂടുതൽ ഇങ്ങനെ വളരാനുള്ളൊരു ഇത് കിട്ടി. ഓരോ ടോക്കിലും അങ്ങനെ തന്നെയായിരുന്നു. ഓരോരുത്തരുടെയും രാജ്യത്തിന്റെ ഒക്കെ മേലും ആ രാജ്യത്തിന് വേണ്ടി ഇനി ഓരോ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ഫലം അത് നമ്മുടെ പ്രാർത്ഥന വെറുതെ പോകൂല എന്നുള്ളൊരു പോലും ഈശോ ഉത്തരം സമയത്ത് കിട്ടുന്നുള്ളൊരു അങ്ങനെ ഒരു ഇത് കിട്ടുന്നുണ്ടായിരുന്നു. സിസ്റ്റർ ഭയങ്കര അഭിഷേകം നിറഞ്ഞതും അതുപോലെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുമ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്നത് പോലും. അതായത് ഈ കഴിഞ്ഞു പോയ കാലം, അതായത് എത്രയോ ആത്മാക്കളെ നേടാതെ, ഒരു ആത്മാവിനെ പോലും നേടാതെ എത്രയോ ദിവസങ്ങൾ, എത്രയോ വർഷങ്ങള് ഒരു ഉപയോഗം ഇല്ലാതെ പോയല്ലോ എന്നോർത്ത് ഞാൻ ഈശോയോട് മാപ്പ് ചോദിക്കായിരുന്നു. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യമൊന്നും നമ്മൾ ഇതുപോലൊരു ഗ്രൂപ്പോ ഇങ്ങനെ ഗൈഡ് ചെയ്യാൻ ഒരു ആളോ ഒന്നും കുഞ്ഞിലേ നമ്മളുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവിനെ ഒരു കൂട്ടുകാരനെ പോലെ കൂടെ കൊണ്ട് നടന്ന് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം എന്ന് പറയാനും, അതുപോലെ ഓരോ കാര്യങ്ങളും പരിശുദ്ധാത്മാവിൽ കൊടുത്ത് ആ ശക്തിയിൽ ആശ്രയിച്ച് ചെയ്യണമെന്നൊന്നും പറഞ്ഞു തന്ന് നമ്മളെ പഠിപ്പിക്കാൻ ആരും ഇല്ലായിരുന്നല്ലോ എന്ന് ഞാൻ വിചാരിക്കാം. ആ ഒരു കാലത്തൊന്നും നമ്മളെ സാന്നിധ്യത്തെ വിലമതിച്ചില്ല. അപ്പൊ ഇന്നലെ സിസ്റ്റർ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവിനെതിരായ പാപം എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരാൾ കൂടെ ഉണ്ടല്ലോ, അതായത് ദൈവത്തിന്റെ ഒരു ആത്മാവിനെ നമുക്ക് തന്നിട്ട് ആ ആളെ അക്നോളജ് ചെയ്യാതിരുന്നതാണ് ഏറ്റവും വലിയ പാപം. അപ്പൊ അത്രയും വലിയ പാപമാണ് ഞാൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പരിശുദ്ധാത്മാവിനോട് മാപ്പ് ചോദിക്കായിരുന്നു. ഈശോയോടാണെങ്കിലും ശരിക്കും ഞായറാഴ്ച അല്ലെങ്കിൽ കുർബാന കാണാൻ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, തിരിച്ചു പോരുന്നു എന്നല്ലാതെ ഒരു ഇന്റിമസി ഇല്ലാത്തൊരവസ്ഥ ഇല്ലായിരുന്നു. കമ്മ്യൂണിക്കേഷനോ ഇല്ലായിരുന്നു. അതായത് ഒരു നമ്മള് ജസ്റ്റ് ഒരു കാര്യം പറയുന്നു, പോരുന്നു എന്നുള്ള റിലേഷൻഷിപ്പ് മാത്രം. അതുപോലെ ഈശോയെ സ്വീകരിച്ചിട്ടാണെങ്കിലും ആ ഒരു സാന്നിധ്യം ആത്മാവിൽ അറിയാനൊന്നും പറ്റിയിരുന്നില്ലാത്ത കാലങ്ങള്, അതിനെയൊന്നും വിലമതിക്കാത്ത കാലങ്ങളെ പറ്റിയൊക്കെ ആലോചിച്ച് ഞാൻ മാപ്പ് ചോദിക്കായിരുന്നു. പിന്നെ ആകെ ഒരു ആശ്വാസം ആ ഒരു വചനം മാത്രമാണ്, അജ്ഞതയുടെ കാലഘട്ടങ്ങളിൽ അത് മാത്രമാണ് ഒരു ആശ്രയം, ആശ്വാസം. ഈശോ ക്ഷമിക്കുമെന്ന് തന്നെ വിശ്വസിച്ച് ഇനിയുള്ള കാലം
എന്തെങ്കിലുമൊക്കെ ഈശോ ആഗ്രഹിക്കുന്ന പോലെ ദൈവഹിതം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കണേ, അതിന് പരിശുദ്ധാത്മാവ് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ നിമിഷവും. ഇന്ന് ലാലയും ഒക്കെ അവരൊക്കെ നേരത്തെ പ്രാർത്ഥിക്കുന്നുണ്ടായി. പക്ഷെ ഇന്ന് ലാല പറഞ്ഞ നമുക്ക് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അതായത് എന്താ പറയാ, ഒരു എക്സ്ട്രീം ഒരു പവർ. അതെനിക്ക് തോന്നുന്നു ഈ 3 ദിവസം പരിശുദ്ധാത്മാവിനെ ഈ ഗ്രൂപ്പിൽ ഇൻവോക്ക് ചെയ്തു. നമ്മൾ വെറും മണ്ടത്തികളുമാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഗ്രൂപ്പ് തുടങ്ങിയപ്പം ഈ ബോധം വല്ലവനും കിട്ടണ്ടേ? എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഈശോ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി, നമ്മൾക്ക് ആ നിറവ് എന്നും ഉണ്ടായിരുന്നു. ആരെ എന്നും തന്നെ പറയാറുണ്ട്, അല്ലെ നിങ്ങളും പറയാറുണ്ട്. പക്ഷെ ഇൻവോക്ക് ചെയ്തപ്പോൾ നിങ്ങളിൽ ഓരോരുത്തരും അത് വന്ന് നിറയുന്നുണ്ടായല്ലോ. ഹാലേലിയ, ഹാലേലിയ. അച്ഛൻ നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ കുറച്ചു നേരം മുന്നേ എന്നെ വിളിച്ചിരുന്നു ഇങ്ങോട്ടേക്ക്. നമ്മൾ വിളിച്ചിരുന്നുണ്ട്. അന്നേരം അച്ഛനെ കിട്ടിയിരുന്നില്ല, തിരക്കായിരുന്നെന്ന് പറഞ്ഞു. ഇനി ഇങ്ങോട്ട് വിളിച്ച് ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് സംസാരിച്ച്. ഹാലേലിയ, ഹാലേലിയ. അപ്പോൾ അച്ഛനത് പറയുന്നുണ്ടായി, നമ്മളെ ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛനും നമ്മുടെ ഗ്രൂപ്പിനെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ലാലി പറഞ്ഞോളൂ. സിസ്റ്റർ കൂടെ തന്നെ അങ്ങനെ ഈശോനോട് കൂടെ നടക്കാതിരുന്ന സമയങ്ങളെല്ലാം ഓർത്ത് ഇങ്ങനെ മാപ്പ് ചോദിച്ചൊക്കെ പ്രാർത്ഥിക്കുകയായിരുന്നു. അതുപോലെ ഇനിയും ഓരോ നിമിഷവും പലപ്പോഴും നമ്മളിങ്ങനെ ഈശോയെ അത് ചെയ്യാം ഇത് ചെയ്യാം ഇങ്ങനെ ചെയ്യട്ടെ എന്ന് പറയാറുണ്ടെങ്കിലും ഈശോയെ കൂടെ വായോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമുക്കത് ചെയ്യാം അങ്ങനെ കൂടെ വിളിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കാൻ തുടങ്ങാണ്. പക്ഷെ പലപ്പോഴും ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഓരോ കാര്യങ്ങളായിരിക്കും ഈശോനെ വിളിച്ചില്ലല്ലോ അവിടെ നിന്ന് എന്ന് ഓർത്തു പോകുന്നത്. അതൊക്കെ ഇനി കുറെ ഇമ്പ്രൂവ്മെന്റ് വരുത്തി അതന്നെ അങ്ങനെ പരിശുദ്ധാത്മാവിനോട് സഹായം ചോദിച്ചുകൊണ്ട് ഈശോന് കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാം ചെയ്യാനായിട്ട് ഇനിയും അതായിരിക്കണം എന്റെ ലക്ഷ്യവും ഞാൻ വിചാരിക്കുന്നത്. സിജി രണ്ടുപേരും ഉണ്ടല്ലോ, രണ്ടുപേരും സിജി പറഞ്ഞ ആദ്യം. സിസ്റ്ററിന്റെ പ്രയർ ടോക്ക് ഭയങ്കര അഭിഷേകം നിറഞ്ഞൊരു ടോക്കായിരുന്നു. കുറച്ച് പുതിയ ബോധ്യങ്ങൾ കിട്ടി. അതായത് ആത്മാവിൽ എപ്പോഴും ഈശോയുടെ കൂടെ ആയിരിക്കണം, എവിടെയായിരുന്നാലും, ജോലിയിലായിരുന്നാലും, വീട്ടിലായിരുന്നാലും അങ്ങനെ ആയിരിക്കാനുള്ള ആ കണക്ഷൻ പള്ളി വന്ന് കുർബാന കഴിഞ്ഞത് പോകുമ്പം തീരുന്നതല്ല. അത് കണ്ടിന്യൂറ്റി ഉണ്ട് അതിന്. നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമ്മുടെ ആത്മാവിനെ സമർപ്പിച്ച് നമ്മൾ എന്തെങ്കിലും പണി ചെയ്തോട്ടെ, ഓരോ ഹാർട്ട് ബീറ്റും ദൈവസന്നിധിയിൽ നമുക്ക് നന്ദി പറഞ്ഞ് അർപ്പിക്കാന്ന് ഏൽപ്പിച്ചാൽ ആ ഹാർട്ട് ബീറ്റ് അത് തന്നെ ചെയ്യും. ആ ഒരു ബോധ്യം കിട്ടിയതല്ലേ. പിന്നെ അതുപോലെ തന്നെ ഒരു ആത്മാവിനെങ്കിലും ഒരു ദിവസം നേടാനായിട്ട് സാധിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ നമുക്ക് പോയി അവരടുത്ത് വിശേഷം പറയാൻ പറ്റിയില്ലെങ്കിലും ഇന്റർസെസറി പ്രയർ വഴി നമ്മൾ അങ്ങനെ നമുക്ക് ഓരോ ആത്മാക്കളെ നേടാനായിട്ട് സാധിക്കും. അങ്ങനെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ പുതുവർഷത്തില്. പിന്നെ അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ ഇൻവോക്ക് ചെയ്ത് പ്രാർത്ഥിക്കാനും പരിശുദ്ധാത്മാവിനോട് കൂടുതൽ സഹായം യാചിക്കാനും ഒക്കെ ഉള്ള ഒരു അവബോധ്യം ഇന്ന് കിട്ടി സിസ്റ്ററിന്റെ ടോക്കിലൂടെ. ആമേൻ, ആമേൻ, ആമേൻ. സോഫി പറഞ്ഞോളൂ. ജോൺസൺ പറഞ്ഞു. ജോൺസൺ ഇല്ലേ അടുത്തുണ്ടല്ലോ, പറഞ്ഞോ. സിസ്റ്ററിന്റെ പ്രാർത്ഥന ഭയങ്കര അഭിഷേകം നിറഞ്ഞാണ്. പിന്നെ പരിശുദ്ധാത്മാവിനോട് ഈ 3-4 ദിവസമായല്ലോ നമ്മളിപ്പോ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കണേ. അപ്പൊ ഒരു പുതിയൊരു അഭിഷേകമാണ് അത്. പരിശുദ്ധാത്മാവിന്റെ പുതിയ സഹായം നമുക്ക് കിട്ടാൻ വേണ്ടിട്ട് ഞാനിപ്പോ അതിപ്പോ രാവിലെ എനിക്ക് പ്രാർത്ഥിക്കുമ്പോ ഒരു ഒന്ത നിറച്ച് പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ, എന്നെ നയിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ അത് കൊന്ത തീർത്തിട്ടാണ് പിന്നെ ആരാധന പരിശുദ്ധാത്മാവിനുള്ള കൂടുതൽ ബോധ്യം ഇപ്പൊ ഈ 3-4 ദിവസമായിട്ട് സിസ്റ്റർ പറയുമ്പോ കൂടുതലായിട്ട് ആ ഇത് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്രയും നാള് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ച നിമിഷങ്ങളോർത്ത് മാപ്പി ചോദിച്ചു പ്രാർത്ഥിക്കണേ. അതുപോലെ പറയണ്ടല്ലോ 12 എന്താണ് നിങ്ങളെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കുമെന്ന് പറയണ്ടല്ലോ. അത് തന്നെ ഒരു വലിയൊരു ആ ഒരു ബോധ്യം ഇപ്പൊ സിസ്റ്റർ പരിശുദ്ധാത്മാവിന് വേണ്ടി പറയുമ്പോ അത് കിട്ടാണ്. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥന ഭയങ്കര അഭിഷേകം നിറഞ്ഞാണെന്ന് ആ പരിശുദ്ധാത്മാവിനെ പ്രത്യേകമായിട്ട് ഫീൽ ചെയ്തു അല്ലെ ശരിക്കും. അത് തന്നെ. അപ്പൊ അത് കഴിഞ്ഞ പിന്നെയാണ് നമുക്കില്ലാതെ പോയതും അതാണ് ഈ 6 മാസം. അതന്നെ, അതെ. എന്നാലും വേണ്ടില്ല, പഠിപ്പിച്ചല്ലോ ഇത് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട്, അതൊരു സമാധാനം തന്നെയാണ്. കുർബാനയില് നമ്മള് നിക്കുമ്പോ ഒക്കെ ഭയങ്കര ഇതായിരിക്കും. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ രണ്ടുപേരോട് വർത്താനം കഴിഞ്ഞ അത് തീർന്നു പോകണം മൊത്തത്തില്. ആ ഒരു ഫീലിംഗ് അങ്ങോട്ട് പോകണം. ഈശോയോടുള്ള സ്നേഹം അതൊക്കെ തീർന്നു. അത് തന്നെ. അതൊക്കെ സിസ്റ്റർ എന്ന് പറഞ്ഞു കഴിയുമ്പോ ഭയങ്കര ഒരു ഇതായി അത് എടുത്തു പറയുമ്പോ. ഓരോ സമയം പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാണ്ട് പരിശുദ്ധാത്മാവിനോട് കൂട്ടുപിടിച്ച് ഈ 2026 വേണ്ടി കൂടുതൽ അഭിഷേകം
നിറയാനും പുതിയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഓരോ ആത്മാവ് പോലും നശിച്ചു പോവാതെ ആത്മാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ ആമേൻ ആമേൻ. സോഫി? സിസ്റ്ററിന്റെ ടോക്ക് കൂടെ പരിശുദ്ധാത്മാവിന്റെ വായിച്ചപോലെ തന്നെ അതുകൂടെ നടന്നു പോയി. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ടോക്ക് 3 പേരുടെ സിജിയുടെയും ഡാഡിയുടെയും ഇബ്തിരിയും മറ്റുള്ള ദിവസങ്ങളെക്കാളും നല്ലൊരു അഭിഷേകമായിരുന്നു. അതില് മെല്ലെ മെല്ലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരുടെയും, നിങ്ങളുടെ എല്ലാവരുടെയും, ഞാൻ നേരത്തെ തന്നെ അഭിഷേകം പ്രാപിച്ചിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് നിറഞ്ഞു വരികയാണ്. അങ്ങനെ അത് ഒരു വലിയ സമാധാനം, എനിക്ക് സന്തോഷമായിട്ടുണ്ട്. ആമേൻ. അതെ അതെ അതെ, നമുക്കറിയില്ലായിരുന്നല്ലോ. അറിയില്ല. പിന്നെ കുർബാനയ്ക്ക് നമ്മളിപ്പോ അച്ഛൻ പറയല്ലോ, അവസാനം മുമ്പ് പറയല്ലോ, പരിശുദ്ധാത്മാവ് നേടുമെന്ന് ആശീർവാദം ചെയ്യണം. അപ്പൊ പരിശുദ്ധാത്മാവ് കുമ്പിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു പറയണമെന്ന് പറയും. അങ്ങനെ പറയും. അങ്ങനെയൊക്കെ പറയുമ്പോ അങ്ങനെ കൊണ്ട് എടുത്ത് പറയാറില്ലായിരുന്നു. പിന്നെ കുർബാന കഴിഞ്ഞ് വരുമ്പോഴും ഞാൻ പോണിട്ടാണ് ഈശോ എന്ന് പറയാം, അതാണ്. കൂടെ വരണേമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ, ഞാൻ അത് പണ്ടത്തെ ഒരു ലൈവ് വീഡിയോയിൽ ഇട്ടതായിരുന്നു. ഓർക്കുന്നു. അപ്പൊ ക്രിസ്തു പറഞ്ഞു കൂടെ വേണേന്ന് പറഞ്ഞു. ഇപ്പൊ തൊട്ട് നിൽക്കുമ്പോ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ പരിശുദ്ധാത്മാവേ പറയുന്നത് പരിശുദ്ധാത്മാവ്. ഈ 4 ദിവസത്തെ ടോക്ക് ഉണ്ട്. പിന്നെ ഞാൻ ഇപ്പൊ പരിശുദ്ധാത്മാവിടെ ജപമാല ചെല്ലുണ്ട്. യൂട്യൂബിൽ പരിശുദ്ധാത്മാവിടെ ജപമാല എങ്ങനെ ചെല്ലണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 4 ദിവസം കൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിടെ ജപമാല ചെല്ലുണ്ട്. പരിശുദ്ധാത്മാവ് അറിയാണ്ട് പോയി നിമിഷങ്ങളെയൊക്കെ മാപ്പ് പറഞ്ഞു. പിന്നെ ഒരാഴ്ച ഇങ്ങനെ നമ്മുടെ നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ പരിശുദ്ധാത്മാന്ന് പറയാൻ അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഗ്രൂപ്പിൽ വന്ന ശേഷം പല പല ബോധ്യങ്ങളും കിട്ടി. പ്രത്യേകിച്ച് ഇപ്പൊ 3-4 ദിവസം കൊണ്ട് പരിശുദ്ധാത്മാവിനെ എപ്പോഴും വിളിച്ച് പരിശുദ്ധാത്മാവൻ നിറയണമെന്ന് എപ്പോഴും പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടി. പിന്നെയും കൂടുതലായിട്ട് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ച് പല ആത്മാക്കളിലേക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ട് അഭിഷേകം ചെയ്യിക്കാന്ന് പ്രാർത്ഥിക്കാന്ന് കൃപ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടി ശ്രമിക്കും. പിന്നെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചിട്ടുള്ള ഞങ്ങളെയൊക്കെ അറിയാതെ കണ്ടാണ് പറഞ്ഞോട് അച്ഛൻ്റെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ലല്ലോ. അപ്പൊ അതുപോലെ അത് മനസ്സിൽ വെച്ച് ദൈവം പൊറുക്കും തന്നെ മനസ്സിൽ വിചാരിക്കണം. ഗ്ലാഡിസ് പറഞ്ഞോളൂ. ഇന്നത്തെ എല്ലാവർക്കും പ്രാർത്ഥനയും പരിശുദ്ധാത്മാവ് അഭിഷേക പ്രാർത്ഥന തന്നെയായിരുന്നു. ശരിക്കും നമുക്ക് ഒരു സഹായകനെ തന്നിട്ടുണ്ട്. ഞാൻ സ്വർഗത്തിൽ ചെന്നാല് ആ സഹായകനെ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് അയക്കും. പക്ഷെ നമ്മൾ ആ സഹായകനെ ഒരിക്കലും ഉപയോഗിച്ചിട്ടുള്ള ഒരു പേഴ്സണാണ്, ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് എന്ന് ഉള്ള വിധത്തില് ഒരിക്കലും എടുത്ത് ഉപയോഗിച്ചിട്ടില്ല. ശരിക്കും അത് നമ്മുടെ അജ്ഞതയാണ്. ശരിക്കും നമുക്ക് ഗൈഡൻസ് തരാൻ ആളില്ല. സിസ്റ്റർജി പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ നമുക്ക് പല തെറ്റുകളിലും പറ്റാറുണ്ട്. പക്ഷെ ഗൈഡൻസിന്, കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസിന് ആളില്ല. എന്നുവെച്ചാൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, നമ്മളിൽ വസിക്കുന്നു എന്നുള്ള ഒരു നമ്മുടെ പിന്നെ മാമോദീസയിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയ അത് നമ്മൾ ജ്വലിപ്പിക്കുന്നില്ല. അങ്ങനെ ഗൈഡൻസ് ഒന്നും തരാൻ ആളില്ലാത്തോണ്ട് പല തെറ്റുകളിലെ കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ സിസ്റ്റർജി പറഞ്ഞ വളരെ ശരിയാണ്. പല സംഘടനകളിലും പള്ളിയിലുള്ളതാണേലും ആ സംഘടനകളിൽ കയറി അങ്ങനെ നടക്കും. പക്ഷെ ഈശോയെ പലപ്പോഴും പള്ളിയിലെ സംഘടനയാണെങ്കിൽ തന്നെ ഈശോയെ പലപ്പോഴും അറിയാതെ പോകാറുണ്ട്. അങ്ങേരുടെ പേരിലാണ് സംഘടന ഉള്ളത്, പക്ഷെ നമ്മൾ അങ്ങേരുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. അത് തന്നെ. പിന്നെ ഞങ്ങൾ അങ്ങയുടെ അഭയ ശിലകളാണ്, ഗൈഡൻസ് തരണമേ എന്നൊക്കെ പിന്നെ ഞങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഞങ്ങള് പ്രാർത്ഥിക്കുള്ളൂ. അതൊക്കെ അങ്ങനെയായിരുന്നു. ചെറുപ്പത്തിലൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ ഒരു സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലി അങ്ങനെയുള്ള ഇതായിരുന്നു. പിന്നെ ഞങ്ങള് അങ്ങയുടെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹിക്കണമേ എന്നും അങ്ങയിൽ അലിഞ്ഞു ചേരലാണ് ഞങ്ങളുടെ ജീവിതം എന്നൊക്കെ വളരെ ഇതായിട്ട് സിസ്റ്റർ പറഞ്ഞ് പ്രാർത്ഥിക്കുകയുണ്ടായിരുന്നു. ജീവിത വ്യഗ്രതയിൽ പലപ്പോഴും തെറ്റിലോട്ട് പോയി. ഞങ്ങൾക്ക് പല ന്യായങ്ങളും ഉണ്ടായിരുന്നു. അത് ശരിയാണ്, നമ്മൾ അങ്ങനെ വീണത് അങ്ങനെയാണെന്ന് നമ്മൾ തന്നെ മനസ്സിൽ ന്യായങ്ങൾ നിരത്തുമായിരുന്നു. അതൊക്കെ മനസ്സിലാക്കി പിന്നെ ഒരാത്മാവിനെ നേടാത്ത ഒരു ദിവസം പോലും ഉണ്ടാകരുത്. അതൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാ ആ ദിവസവും ഓർമ്മ വരും, ഒരാത്മാവിനെങ്കിലും നേടണം എന്നുള്ള. പിന്നെ സ്വർഗം തുറക്കുന്ന, അതെനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ടച്ച് ചെയ്തു. സ്വർഗ കവാടം തുറക്കുന്ന പ്രാർത്ഥന ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വളരെ ടച്ച് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. പിന്നെ എല്ലാവരും പ്രാർത്ഥിച്ചതിൽ വ്യത്യസ്ത രീതിയിൽ. അതെ അതെ, ഇന്നൊരു വല്ലാത്ത അഭിഷേകം തന്നെയായിരുന്നു. ആമേൻ ആമേൻ. സുജ, കേൾക്കാൻ പറ്റിയിരുന്നവല്ലോ?
ഞാന് സുസ്നെ ടോക്ക് കഴിഞ്ഞപ്പോഴാണ് കേറിയത്. പക്ഷെ മിടുക്കി. എന്നാലും എങ്കിലും സിജിയും പിന്നെ ലാലിയും പിന്നെ ദീപ്തൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ശരിക്കും കണ്ണീര് വന്നു പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവിനോട് അറിഞ്ഞിട്ടില്ലായിരുന്നു. നമ്മുടെ കുഞ്ഞുനാളിലൊന്നും നമുക്ക് അങ്ങനെ ആരും പറഞ്ഞു തരാനോ ഒന്നും ഇല്ലാത്തതിന്റെ പേര് നമ്മൾ പരിശുദ്ധാത്മാരെ അറിയത്തില്ല. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും നമ്മള് ഈശോയുടെ കാര്യങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു രീതിയായിരുന്നല്ലോ. അപ്പം ഇപ്പൊ ഈ 2 ദിവസം 3 ദിവസമായിട്ട് നമ്മളിങ്ങനെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞതിന് ശേഷം ഞാനാണെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ലുത്തീനിയെ ചെല്ലാൻ തുടങ്ങി. അതുപോലെ ഒക്കെ വലിയൊരു കാര്യമായിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിനെ നയിക്കട്ടെ. ഇനി ഈ പറഞ്ഞ അതേ പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കുക. ആരെങ്കിലും ഒന്ന് പറഞ്ഞേ ഒരു പ്രാർത്ഥന. പരിശുദ്ധാത്മാവെ സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന ഞങ്ങളെ വെരി ഗുഡ്. പ്രാർത്ഥിക്കാം. നമുക്ക് അത് തന്നെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ ഒരു കൊന്ത മുഴുവനുമാണ് ചെയ്യേണ്ടത്. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സുജ പറഞ്ഞോളൂ, എന്താണ് ദൈവം നമുക്കിന്ന് കാണിച്ചു തന്നത് ദർശനങ്ങള്? നമ്മള് പരിശുദ്ധ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈശോ ഇങ്ങനെ കൈ വിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ടാ കണ്ടത്. നമ്മളോട് ചേർന്ന്. നല്ല കാര്യം. ഈശോയ്ക്ക് പിന്നെ പരിശുദ്ധ അമ്മേനെ കണ്ടത് 12 നക്ഷത്രം. ഓക്കെ ഓക്കെ. പ്രൈസ് മിഖായിൽ മാലാഖേനെ കണ്ടത് സിസ്റ്റർ. ഓക്കെ, ഇത്ര ഉള്ളായിരുന്നോ? ഓക്കെ. അപ്പം നമുക്ക് പരിശുദ്ധാത്മാവ് സുജയ്ക്ക് ഇത്രയും ദർശനങ്ങൾ കൊടുത്തതിന് നമുക്ക് എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തോ മക്കളെ. എൻ്റെ പൊന്നെ, എല്ലാ ദിവസവും ഇത് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. പരിശുദ്ധാത്മാവിന് നന്ദി പറയാം. കൈപിടിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയ്ക്ക് നന്ദി. ആമേൻ. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. വിശുദ്ധ മിഖായിലിന് നന്ദി. ആമേൻ ആമേൻ ആമേൻ. അതിനൊരു പ്രത്യേക എന്താ പറയാ, കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ എന്ന് പറയുമ്പം നമ്മളോട് ചേർന്ന് ലോകത്തിന് വേണ്ടിയൊക്കെ ഈശോയും പ്രാർത്ഥിക്കുന്നുള്ള ബോധ്യമാണോ നിങ്ങൾക്ക് കിട്ടിയത്? ഓക്കെ. അപ്പം നമുക്കത് നല്ല കാര്യം. ഇനിയിപ്പോൾ ആരാണ്? സിജി പറഞ്ഞോളൂ. ഇതാണ് മുദ്രണം പരിശുദ്ധാത്മാവിന് സ്തുതി. ആമേൻ. ഞാൻ കണ്ടത് ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ഇങ്ങനെ തിരുരക്തം ഇങ്ങനെ സ്പ്രിങ്കിൾ ആവണം രാജ്യത്തിന്റെ മുകളിൽ. പ്രൈസ് ദി ലോർഡ്. ആമേൻ ആമേൻ ആമേൻ. പിന്നെ ഞാൻ കണ്ടത് വിശുദ്ധ ഔസേപ്പിതാവിനെ കണ്ടു. പിന്നെ അഡോറേഷന്റെ സമയത്ത് ഞാൻ കണ്ടത് പരിശുദ്ധ അമ്മയുടെ മടിയിൽ ഇങ്ങനെ ഇരിക്കുന്ന ഈശോ. അതാ എന്താ പറയാ, കുരിശിന്റെ വഴിയിൽ ഇങ്ങനെ ഇരിക്കണല്ലേ വ്യാകുല മാതാവ്. കൂടുതൽ കാണാൻ പരിശുദ്ധ അല്ല കണ്ടത്. അത് കുരിശിന്ന് ഇറക്കി മാതാവിന്റെ മടിയിൽ കിടത്തിയിരിക്കുന്നല്ലേ, വ്യാകുല മാതാവിന്റെ ഒക്കെ. ഇല്ല, അതെ അതെ. ആമേൻ ആമേൻ. പിന്നെ ഞാൻ കണ്ടത്, എനിക്ക് അത് ക്ലിയർ ആയില്ല, ഒരു വൈറ്റ് ടോപ്പും ബ്ലൂ ബോട്ടം എന്ന് പറഞ്ഞാൽ സ്കേർട്ടാണ്. അതിങ്ങനെ ഭയങ്കര ഒത്തിരി ലെങ്തി ആയിട്ടുള്ള ഒരു സ്കേർട്ട്. പിന്നെ 2 വിങ്സും ഉണ്ട്. എനിക്കൊരു വിങ്സ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ വിചാരിക്കാണ് വല്ല ഏഞ്ചൽസിനെ ആവും കണ്ടിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായില്ല ആ ദർശനം എന്തുവാന്ന്. 2 വിങ്സ് ഉണ്ടല്ലേ? അപ്പൊ എനിക്ക് ഒരു കാര്യം കിട്ടുന്നത്, ഇപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഒരു വിങ്സ് വെച്ച് പങ്ക് ഹോത്തി തോട് ഹത്തിരേ സജ്ന ഓ സാലിം, അതെന്ന് വെച്ചാൽ ലവേഴ്സിന്റെ തമ്മിലുള്ള ഒരു ഹിന്ദി പാട്ടാണ്. അതായത് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നെടുത്ത് നിന്റെ അരികെ വന്നേനെ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയാണ്. അപ്പം ഒരു പാട്ടാണത്, ലവ് സോങ് ആണ്. അപ്പം അത് ആ ഒരു വാക്കാണ് എൻ്റെ ഹൃദയത്തിൽ ഇപ്പം കിട്ടിയത്. ഞാൻ ഹിന്ദി പാട്ട് പാടുന്ന ആളല്ല കേട്ടോ. നമുക്കിവിടെ മലയാളം പാട്ട് മര്യാദയ്ക്ക് സിനിമാ പാട്ട് കിട്ടാത്ത ആളാണ്. അപ്പം ഹിന്ദി വളരെ ദൂരെയാണ്. പക്ഷെ ഈ ഒരു വാക്കാണ് കിട്ടിയത്. അപ്പം എനിക്ക് തോന്നണത് എനിക്ക് ഇപ്പം നിങ്ങൾ പറഞ്ഞ കണക്ക് എനിക്ക് ക്ലിയർ അല്ല, പക്ഷെ തോന്നണത് എൻ്റെ മകള് തന്നെ, അങ്ങനെ ഒരു ബ്ലൂ സ്കർട്ട് അവിടെ ഉള്ളതാണ് താഴെ വരെ ഉള്ളത്. എൻ്റെ മകള് തന്നെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ മമ്മിയുടെ അടുത്തോട്ടോ അതായത് വീട്ടിലേക്ക് അല്ലെങ്കിൽ തിരിച്ച് അങ്ങനെ വന്നിരുന്നേനെന്നോ മറ്റോ ചിന്തിക്കുന്നതാണെന്ന്. വേറെ ആർക്കെങ്കിലും ഈ തോട്ടിന് അഗ്രി ചെയ്യാൻ പറ്റുന്നുണ്ടോ? തോന്നി അല്ലേ? പ്രൈസ് ദി ലോർഡ്. ആമേൻ ആമേൻ. അതെനിക്ക് അങ്ങനെ ഈ ഒരു പാട്ട് ഞാൻ ഹിന്ദി വിട്ടിട്ട് 20 വർഷമായി.
18 വർഷം ഡൽഹിയിൽ താമസിച്ചെങ്കിലും എൻ്റെ ഹിന്ദി അത്ര വലിയ ഇതൊന്നും അല്ല. സംസാരിക്കും എന്നുള്ളതല്ലാതെ എനിക്കൊരു ടോക്ക് കൊടുക്കാൻ മാത്രമൊക്കെ എൻ്റെ ടോക്കിനൊക്കെ ആൾക്കാർ ട്രാൻസ്ലേഷൻ ആളെ നിർത്തിയിരിക്കുകയാണ് ചെയ്തിരുന്നത്. ഹിന്ദിയിൽ ഞാൻ പറയുന്നുണ്ടായില്ല ടോക്ക് കൊടുക്കാനായിട്ട്. ആ ഒരു നോളജ് ഇല്ല. പിന്നെ പാട്ട് വരുന്നത് ദൂരത്തെ കാര്യമല്ലേ. പക്ഷെ അതാണ് എനിക്ക് കിട്ടുന്നത്. അങ്ങനെ ഒന്ന് ചിന്ത വന്നിരിക്കും. ഓക്കെ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അപ്പൊ സിജി കഴിഞ്ഞോ? ദർശനം കഴിഞ്ഞോ? അപ്പൊ ഈ ഒരു പ്രത്യേകമായിട്ട് നീല സ്കേർട്ടും വെള്ള ബ്ലൗസും ഇട്ട് വിങ്സ് ഉള്ള ആരാണേലും അതിനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന് നന്ദി പറയാം. പിന്നെ ആരാണുള്ളത്? പിന്നെ എന്തായിരുന്നു കിട്ടിയത്? വിശുദ്ധ ഔസേപ്പിതാവിനെ. ഇന്ന് രാവിലെ ഞാൻ കുർബാന കണ്ടത് വടക്കേക്കോട്ടയിലെ സ്ലീപ്പിംഗ് ഔസേപ്പിതാവിന്റെ പള്ളിയിൽ നിന്ന് ഞാൻ കണ്ടിരുന്നു വെളുപ്പംകാലത്ത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പിന്നെ എന്തായിരുന്നു? ഓക്കെ. വ്യാകുല മാതാവിന്റെ, അതിന് നമുക്ക് നന്ദി പറയാം. നിഷാനച്ഛന് വെൽക്കം. ഒരാളും കൂടെ ഒന്ന് സാക്ഷ്യം ഇത് ദർശനം പറയാനുണ്ടെന്നിട്ട് അച്ഛന് തരാം കേട്ടോ. ആലെ പറഞ്ഞോളൂ, എന്താ കിട്ടിയ ദർശനം? അല്ലെ അത് കട്ടായിപ്പോളും, റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. പറഞ്ഞു. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം ഉണ്ടായിരുന്നു. വിശുദ്ധ പ്രാർത്ഥനയും ആദ്യം, പിന്നെ ഈശോ അങ്ങനെ ചിരിച്ചുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്നതായിട്ടാണ് കണ്ടത് ആ സമയത്ത്. പിന്നെ മാതാവും വിശുദ്ധ മിഖായേലും സിസ്റ്റർ റൂമിൽ കണ്ടു. പിന്നെ ഈശോ ഒരു ചെറിയ കുട്ടിയെ ഒരാളുടെ കയ്യിലേക്ക് കൊടുക്കുന്ന കണ്ടു. ആളെ കണ്ടില്ല, ഒരാളുടെ കൈ മാത്രം. സോഫി ഏറ്റെടുത്തോളൂ. നിങ്ങളുടെ അവരുടെ മകൻ കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷം കഴിഞ്ഞ്. അപ്പൊ ഇതുവരെയും ഏറ്റെടുത്തോളൂ. ഇന്ന് ഈ മെനഞ്ഞാന്നും കൂടെ അങ്ങനെ ഒരു ദർശനം കിട്ടിയായിരുന്നല്ലോ, മടിയിൽ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുന്ന. ഓക്കെ, താങ്ക് യു ജീസസ്. പറഞ്ഞു. ആരാധനയുടെ സമയത്ത് തിരുഹൃദയ ഈശോയെ കണ്ടു. പിന്നെ കരുണക്കൊന്ത ചെല്ലിയ സമയത്ത് കന്യയുടെ ഈശോയും അതുപോലെ വിശുദ്ധ അൽഫോൻസാമയും വിശുദ്ധ ഫൗസ്റ്റീനാമയും കണ്ടു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് വിശുദ്ധ ഫൗസ്റ്റീനയ്ക്കും വിശുദ്ധ അൽഫോൻസാമയ്ക്കും നന്ദി പറയാം. കരുണയുടെ ഈശോയ്ക്ക് നന്ദി പറയാം. ഉണ്ണിയെ കൈപ്പിടിച്ചോണ്ട് നിൽക്കുന്ന ഈശോയ്ക്ക് നന്ദി പറയാം. തിരുഹൃദയത്തിന് നന്ദി പറയാം. വിശുദ്ധ മിഖായേലിനും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് ഇത്രയും ദർശനങ്ങൾ തന്നതിനും ഒരു വലിയൊരു അഭിഷേകം ഇന്നുണ്ടായതിനും നമുക്ക് നന്ദി പറയാം. വെൽക്കം ഫാദർ നിഷൻ. ഞങ്ങൾക്ക് തരാനുള്ള ആ ഒരു മെസ്സേജസിന് വേണ്ടി ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. എല്ലാവരുടെയും പേരിൽ ഞാൻ ഐ ഇൻവൈറ്റ് യു ടു ദ ഗ്രൂപ്പ്. താങ്ക് യു. പറഞ്ഞു അച്ഛാ, പറഞ്ഞു. അൺമ്യൂട്ട് ചെയ്തോളൂ. നാമത്തിൽ ആമേൻ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഒത്തിരിയേറെ സന്തോഷമുണ്ട് നമ്മുടെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതിൽ. ദൈവത്തിന് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവുന്നില്ല. കാരണം ഈ ഒരു സമയം ശരിക്കും ഈ ദിവസങ്ങളിൽ ക്രിസ്മസും ന്യൂ ഇയറും അതുപോലെ ഈ എപ്പിഫനിയുടെ തിരുനാളും പ്രത്യക്ഷീകരണ തിരുനാളും ഇങ്ങനെ തുടങ്ങി നമ്മള് വലിയൊരു ആത്മാവിന്റെ ആനന്ദം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സമയമാണ്. ശരിക്കും നമുക്ക് വചനം മാംസമായി അവതരിച്ചു ക്രിസ്തുവാണ്. അപ്പൊ ഈ വചനത്തിന്റെ നിറവിലായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും വിശ്വാസത്തിന്റെ സത്ത എന്ന് പറയുന്നത് ഈ വചനമാണ്. അപ്പോ വചനത്തിന്റെ പാതയിലൂടെ നടക്കാനായിട്ട് യേശു ഏറ്റവും കൂടുതലായിട്ട് ഇപ്പൊ ഒരു വർഷം ഉണ്ടെങ്കിൽ ശരിക്കും ഈ ക്രിസ്മസിന്റെ ടൈമിലാണ് ശരിക്കും ആ വചനം മാംസമായി വരുന്ന ക്രിസ്തുവിനെ ശരിക്കും നമ്മൾ ഓരോരുത്തരും അപ്പൊ ദൈവത്തിന്റെ ആ പരിപാലനയ്ക്ക് നമ്മൾ എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. നമ്മളിപ്പോ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് 2026 എല്ലാവരും ശരിക്കും ഓരോ തീരുമാനങ്ങളൊക്കെ പുതിയതായിട്ടൊക്കെ എടുക്കും. ചില കാര്യങ്ങളില് കുറച്ചുകൂടെ മുന്നോട്ട് പോകുവാനും എടുക്കുവാനും എന്നുള്ള രീതിക്ക് എല്ലാ മനുഷ്യരിലും അവരവരുടേതായിട്ടുള്ള പുരോഗമനങ്ങള്, ഏതൊക്കെ സ്വഭാവങ്ങൾ മാറ്റണം, ഏതൊക്കെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്, അങ്ങനെയൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത്. പക്ഷെ എത്രമാത്രം മക്കളാണ് വിശ്വാസത്തിന്റെ പാതയിൽ വചനത്തെ കുറിച്ച് ഈശോയോട് അടുക്കുവാനായിട്ട് എത്രമാത്രം ശരിക്കും ഒരു ഇന്നത്തെ ആധുനിക കാലഘട്ടത്തില് വളരെ ഒരു ചോദ്യം പോലെ നിൽക്കുന്ന ഒരു കാര്യമാണത്. അപ്പോ
അപ്പോ ഈ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നടക്കുവാനായിട്ട്, കാരണം ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം അവിടെയാണ്. ഈ വചനം കൊണ്ട് വെച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ശരിക്കും ഒത്തിരി മിറക്കിൾസ് സംഭവിക്കാറുള്ളത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഈ വചനത്തെ മുറുകെ പിടിച്ച് നടക്കുവാനായിട്ട് കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മളെ നയിക്കുന്നു. അപ്പോ ഈ വചനത്തെ കുറിച്ച് ഏറ്റവും കൂടുതലായിട്ട് നമ്മളിപ്പോ യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം അതിന്റെ 1 തുടങ്ങിയുള്ള വചനങ്ങളിൽ നോക്കുമ്പോഴത്തേക്ക് മുഴുവനും വചനത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആദിയിൽ വചനം വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ആമേൻ, ആമേൻ, ആമേൻ. മനുഷ്യരുടെ ഇറക്കും. അപ്പൊ വചനം ശരിക്കും നമ്മുടെ ഇതിലേക്ക് വചനം മാത്രമായിട്ട് നിൽക്കുന്നില്ല, മറിച്ച് വചനം നമ്മുടെ മുമ്പിൽ ജീവിക്കാൻ വേണ്ടി വന്നു എന്നുള്ള തിരുവചനങ്ങളിൽ പറയുന്നുണ്ട്. അത് നമ്മോടൊപ്പം ജീവിക്കാനായിട്ട് വന്നു. അത് ഈ പ്രവാചകന്മാരിലൂടെ നൽകപ്പെട്ട ഒരുപാട് പ്രവാചകരിലൂടെയൊക്കെ ദൈവം വരും എന്ന് പറഞ്ഞ് അങ്ങനെ ഒതുക്കി നിർത്താതെ ശരിക്കും വന്ന് ദൈവം തന്നെ ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റെപ്പ് എടുത്ത് നമ്മുടെ കൂടെ വന്ന് ജീവിച്ചു ഇന്നും നമ്മുടെ കൂടെ ജീവിക്കുന്നു. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അപ്പോ ഈ ഒരു വചനത്തില് ജീവിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കാനായിട്ടുള്ള ഒരു ആത്യന്തികമായിട്ടുള്ള ഒരു വിളി നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളില് വചനം ശ്രമിക്കുന്നവരാകാനായിട്ടും വചനത്തിൽ നടക്കുന്നവരാകുവാനായിട്ടും വചനത്തിൽ ജീവിക്കുന്നവരായിട്ട് മാറുവാനായിട്ടും നമുക്ക് ഓരോരുത്തർക്കും വചനത്തെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് സങ്കീർത്തന പുസ്തകം പറയുന്നത് പോലെ വചനം പാദത്തിന് വിളക്കാണ്, നമ്മുടെ പാതയിൽ പ്രകാശമാണ്. നീ എങ്ങോട്ട് നടക്കണം, എന്ത് ചെയ്യണം, വലത്തോട്ട് തിരിയണോ ഇടത്തോട്ട് തിരിയണോ, മുന്നോട്ട് പോകണം, എന്താ പറയേണ്ടത്, എല്ലാം വചനം വെളിപ്പെടുത്തുമെന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടുത്തുമെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ഈ കരുണയെ കുറിച്ചും ഒക്കെ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതത്തിലും ശരിക്കും ഈ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വരുമ്പോൾ എനിക്ക് കരുണയെ കുറിച്ച് എപ്പോഴും പറയാനായിട്ടും എനിക്കെപ്പോഴും പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കാറുണ്ട്. കാരണം ഈ ഗ്രൂപ്പിൽ നിൽക്കുന്ന എല്ലാവരും ആ കരുണയുടെ ശക്തികളായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് കർത്താവ് വെളിപ്പെടുത്താറുണ്ട്. ഹല്ലേലൂയ. നന്ദി, സ്തുതി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ നമ്മള് പ്രത്യേകിച്ചും പിടിക്കുന്നതിനോടൊപ്പം ചില ബന്ധനത്തിന്റെ കെട്ടുകൾ അഴിയപ്പെടാതെ കിടക്കുന്നത് പോലുള്ള അവയ്ക്ക് മുമ്പിൽ ഈ വചനം വെച്ചുകൊണ്ട് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതത്തില് ഒരനുഭവം ഞാൻ വായിച്ചത് ഇതാണ്. പറയുമ്പോ മരിച്ചു കഴിഞ്ഞിട്ട് സിസ്റ്ററിന്റെ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്ത് രണ്ട് രൂപത്തിലൊക്കെ അപ്പൊ ആദ്യത്തെ പ്രാവശ്യം പ്രാർത്ഥിച്ചു, വീണ്ടും ഈ സിസ്റ്റർ അതിന്റെ ഇരട്ടി കറുത്ത രൂപത്തിൽ വരും. അപ്പൊ ഇനി വീണ്ടും പറയാം, അപ്പൊ എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നീ എന്റെ അടുത്ത് വരണ്ട എന്ന് പറഞ്ഞിട്ട് ആ സിസ്റ്ററിനെ ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞേക്കും. അപ്പോഴത്തേക്കും അങ്ങനെ തിരിച്ചു പറഞ്ഞു വിടും. എങ്കിലും വീണ്ടും സിസ്റ്റർ വീണ്ടും ഫൗസ്റ്റീന അമ്മ ആ സിസ്റ്ററിന് വേണ്ടിയിട്ട് തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും തെളിച്ചമായിട്ടുള്ള രൂപത്തിലാണ് അവിടെ വരുന്നത്. അതിന്റെ പ്രാർത്ഥന ഒരിക്കലും നിർത്തരുത്, വീണ്ടും തുടർന്ന് ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിക്കുക, വചനത്തെ തന്നെ മുറുകെ പിടിക്കുക, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ സിസ്റ്റർ പറയുന്നുണ്ട്. ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തില് ശരിക്കും ഈ അഴിക്കപ്പെടാൻ സാധിക്കാത്ത വിധത്തിലുള്ള ചില ബന്ധനങ്ങൾ പോലെയൊക്കെ നിലനിൽക്കുന്നവരും ശരിക്കും ഈ ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദൗത്യമാണ് ഈ ഗ്രൂപ്പിലുള്ള ഓരോ അംഗങ്ങളെയും. നന്ദി, സ്തുതി, ആരാധന. ഹല്ലേലൂയ. അപ്പൊ ആത്മാക്കളെ മോചിപ്പിക്കുവാനായിട്ടുള്ള ഒരു പ്രത്യേക ദൗത്യം നിങ്ങളിൽ ഓരോരുത്തരും കർത്താവ് നൽകുന്നതായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഈശോയെ. അപ്പൊ ആ ഒരു ദൗത്യം ഒന്ന് ഏറ്റെടുക്കുക. കാരണം ഈ വർഷത്തില് എല്ലാവരും ഒന്ന് ഏറ്റെടുക്കുക. അത് എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഏറ്റെടുക്കുക. അച്ഛനൊരു ദൗത്യം നമ്മളെ ഏൽപ്പിക്കുകയാണ്. ഏറ്റെടുക്കുന്നു കർത്താവെ, ഞങ്ങൾ അച്ഛന്റെ വാക്ക് മുഖാന്തരം ഞങ്ങളിത് ഏറ്റെടുക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മാക്കളെ നേടാനായിട്ട് ശുദ്ധീകരണ സ്ഥലത്തിലേതും ഇപ്പോൾ മാനസാന്തരം ആവശ്യമുള്ള മക്കളെ ഈ ലോകത്ത് ജീവിക്കുന്നവരെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഈശോയെ. ആമേൻ, ആമേൻ, ആമേൻ.
സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ആമേൻ 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 ആമേൻ. രക്തം രക്തം യേശുവിൻ രക്തം യേശുവിൻ രക്തം യേശുവിൻ രക്തം 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 യേശുവിൻ രക്തം ഞങ്ങളുടെ മേൽ ഒഴുകട്ടെ. അഗ്നിയായിട്ട് ഞങ്ങളുടെ മേൽ നിറയട്ടെ. പരിശുദ്ധാത്മാവ് കവിയട്ടെ. സ്തുതി ആരാധന മഹത്വം. ഹല്യ 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 ഹല്യ. യേശുവേ സ്തുതി ആരാധന മഹത്വം മഹത്വം മഹത്വം. കർത്താവേ ഗ്ലോറി 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 ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തുതി ആരാധന മഹത്വം. കർത്താവേ അങ്ങേക്ക് എല്ലാ മഹത്വവും അങ്ങ് ഏറ്റെടുത്താട്ടെ. ഹല്ലേലൂയ. ഗ്ലോറി ടു യുവർ ഹോളി ഗോഡ്. ആമേൻ 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 ആമേൻ. കർത്താവ് ഈ നിമിഷം ആ ഒരു അഭിഷേകം നിങ്ങളിലേക്ക് ഓരോരുത്തരിലേക്ക് അനേക ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയായിട്ട് ഈ ഒരു വർഷ കാലയളവിൽ ദൈവം അത് അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാനും അച്ഛനാകുന്ന അവസരത്തില് ചിലപ്പോഴൊക്കെ ഇങ്ങനെ എപ്പോഴും ചെയ്യാറുള്ളത്, ഏത് പള്ളിയിലിരുന്നാലും അവിടെ ആദ്യം പരിശുദ്ധ കുർബാന അർപ്പണം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ഒരു മണിക്കൂർ ഇങ്ങനെ ആരാധന വെച്ച് അത് ബ്ലെസ്സിങ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും. അപ്പൊ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ട് ഞാൻ കുമ്പസാരക്കൂട്ടിൽ പോയിരിക്കും. അപ്പൊ ചില പള്ളികളിൽ പോകുമ്പോൾ ശരിക്കും ആൾക്കാർ വന്നാലും ഇല്ലെങ്കിലും ശരിയായിട്ട് ഞാൻ അവിടെ പോയിരിക്കും. ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്ത ഒരു കാര്യമേ ഉള്ളിലൂടെ കടന്നു പോകാറുള്ളൂ. ഈശോയ്ക്ക് വേണ്ടി എനിക്ക് എത്ര ആത്മാക്കളെ എനിക്ക് നേടാൻ സാധിച്ചു എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ എന്റെ ഉള്ളിൽ. ഇന്നത്തെ ടോക്കും അതിനെ കുറിച്ച് തന്നെയായിരുന്നു എന്റേതും. ആമേൻ. കൊറാബറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ശരിക്കും നമ്മൾ അവിടെ പോയി ഇരിക്കുമ്പോ ചിലപ്പോ ആരെയും കിട്ടത്തില്ല. അപ്പൊ ഒത്തിരി സങ്കടം തോന്നി. പക്ഷെ എനിക്ക് നിനക്ക് വേണ്ടി ഒരു ആത്മാവിനെ പോലും എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു സങ്കടമൊക്കെ ചിലപ്പോ തോന്നിപ്പോകാറുണ്ട്. ശരിക്കും നമ്മുടെ ഉള്ളില് ആ ഒരു വേദനയും ഒരു ഇതൊക്കെ ഉണ്ടാവും ചില അവസരങ്ങളിലൊക്കെ. ശരിക്കും ഈ ആത്മാക്കൾക്ക് വേണ്ടിയായിട്ട് അല്ലെങ്കിൽ ഒത്തിരിയേറെ മക്കള് മാനസാന്തരത്തിലേക്ക് കടന്നു വരാനായിട്ടുണ്ട്. ഞാനിപ്പോ ഇവിടെ യൂറോപ്പിലായിരിക്കുമ്പോഴും ശരിക്കും യുവാക്കളെ എന്നൊക്കെ പള്ളിയിലൊന്നും കാണാറില്ല. ശരിക്കും പറയുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ അധപതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കാരണം അവരിപ്പോ ഇവിടെ ഫുഡിന്റെ ഒരു പ്രോഗ്രാം എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ എല്ലാരും കാണും. പള്ളിയിൽ വരാത്ത അല്ലെങ്കിൽ ഫുട്ബോള് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇത് വെക്കുവാണെങ്കിൽ എല്ലാ ആൾക്കാരും അവിടെ വന്നിരിക്കുന്നുണ്ടാവും. പക്ഷെ പള്ളിയിലോട്ടെന്ന് വരാനായിട്ട്, വിശ്വാസത്തിന്റെ ഇതിലോട്ടൊന്ന് വരാനായിട്ട് ആൾക്കാർ ശരിക്കും വളരെ കുറഞ്ഞു വരുന്ന ഒരവസ്ഥയാണ്. അവിടെയാണ് ഈ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും ഇപ്പോ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചാണ് കർത്താവ് നിങ്ങളെ ഈ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നത്. ഈ ഒരു നിരവധി മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധത്തിന്റെ ദൗത്യം കർത്താവ് നിങ്ങളെ ഈ നിമിഷം ഏൽപ്പിക്കുമ്പോൾ ശരിക്കും ഈ ഒരു ഉദ്യമം അതിനു വേണ്ടിയിട്ടുള്ള കൃപയ്ക്ക് വേണ്ടിയായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ഓരോരുത്തരും ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഇനിയിപ്പോ നാളെ കഴിഞ്ഞ മറ്റന്നാള് എപ്പിഫനിയാണ്, ഈ പ്രത്യക്ഷീകരണ തിരുനാളാണ്. അപ്പോ ഈ രാജാക്കന്മാര് നടക്കുന്ന അവസരത്തിലും നക്ഷത്രം അവരെ നയിക്കുന്നുണ്ട്. നക്ഷത്രം എന്ന് പറയുന്നത് ശരിക്കും ഇന്നത്തെ കാലയളവിലെ നമ്മൾ നയിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവചനം തന്നെയാണ്. വെളിച്ചം അത് കർത്താവിന്റെ തിരുവചനം തന്നെയാണ്. വചനം പാഠങ്ങൾക്ക് പോകുന്നത്. അപ്പൊ ആ വചനം കാണിച്ചു തരുന്ന ഇതിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കേണ്ടത്. ഇനി അവർ നടന്നു പോകുമ്പോഴത്തേക്ക് അവരടുത്ത ചോദ്യം ചോദിക്കുന്നുണ്ട്, എവിടെയാണ് യേശു ജനിച്ചത്. അപ്പൊ ഇതൊരു റിസർച്ചാണ്, ഒരു അന്വേഷണമാണ്. ശരിക്കും ബെനഡിക്ട് പതിനാറാം മാർപ്പാപ്പയൊക്കെ പറയുന്നത് ഈ അന്വേഷണത്തിനെയാണ് ശരിക്കും ഈ ജ്ഞാനികളെന്നും ഇത് യഥാർത്ഥത്തിലുള്ള ഈ പ്രത്യക്ഷീകരണ തിരുനാളെന്നും പറയുന്നത്. നമ്മുടെ ഉള്ളിൽ എപ്പോഴും ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു നടത്തം, അത് വെറുതെ ഉള്ള ഒരു നടത്തമായാൽ പോരാ. പക്ഷെ അതിന് കൃത്യമായിട്ട് നമ്മൾ ഒരു ആത്മീയ ഗുരു, ഒരു സ്പിരിച്വൽ ഫാദർ എപ്പോഴും അതിന്റെ കൂടെ നമ്മൾ എങ്ങനെ കൂടെ ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമുക്ക് ഗൈഡ് ചെയ്യാനായിട്ട് കർത്താവിന്റെ തിരുവചനമുണ്ട്. ഏതെങ്കിലും അച്ഛന്മാർ നല്ല രീതിക്ക് നമ്മളെ ഗൈഡ് ചെയ്യുന്നൊക്കെ ഉണ്ടാകും. ആ ഒരു സ്പിരിച്വൽ ഗൈഡൻസ് എന്ന് പറയുന്നതും വളരെ വളരെ പ്രാധാന്യം. ഇപ്പൊ അച്ഛനെ ഞങ്ങൾക്ക് ദൈവം കൊണ്ടുവന്ന് തന്നല്ലോ ഒരു സ്പിരിച്വൽ ഗൈഡായിട്ട്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോപ്പർ ഗൈഡൻസ് എന്ന് പറയുന്നത് വളരെ കാരണം ചില അവസരങ്ങളിൽ ഞാൻ പലപ്പോഴും ധ്യാനിപ്പിക്കാനൊക്കെ പോകുന്ന അവസരത്തിലായിരുന്നാലും കൗൺസിലിംഗിന്റെ ടൈമിലൊക്കെ ആയിരുന്നു കഴിഞ്ഞാൽ ശരിക്കും ശരിയായ ദിശയിലല്ല എന്നുണ്ടെങ്കിൽ ഈ നമ്മള്
ഈ ദർശനപരം ഉള്ളവരായിരുന്നു കഴിഞ്ഞാൽ പിശാച് കയറി കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതൊക്കെ തെറ്റിപ്പോകാനും അല്ലെങ്കിൽ അവനിടയ്ക്ക് കയറി വന്നു തെറ്റായ സന്ദേശങ്ങൾ നൽകാനൊക്കെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ കൃത്യമായിട്ട് അതിനെ വിവേചിച്ചറിയുവാനായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ ആ ഒരു നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥനയിലൂടെ അത് നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് ഈ സ്പിരിച്വൽ ഗൈഡൻസിന്റെയൊക്കെ ഒരു നമ്മൾ എന്ത് തന്നെ ഉള്ളിൽ വന്നാൽ അതിനെ കൃത്യമായിട്ട് വിവേചിച്ചറിയാനായിട്ടുള്ള ആ പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്ക് വേണ്ടി കൂടെ നമ്മൾ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമതായിട്ട് അവര് കാഴ്ചവെക്കുന്ന വസ്തുക്കളുണ്ട്. പൊന്നും നിറയും കുന്തിരിക്കവും ഉണ്ട്. പൊന്നും എന്ന് പറയുന്നത് ഈശോയുടെ മിശിഹാത്വത്തിനെയാണ് സൂചിപ്പിക്കുന്നത്, യേശുവിന്റെ രാജകീയ വരവിനെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ കുന്തിരിക്കം എന്ന് പറയുന്നത് ഈശോയുടെ ഡിവൈനിറ്റിയാണ്, ദൈവീകതയെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ മീറ എന്ന് പറയുന്നത് മരിക്കുമ്പോൾ ശരീരത്തിന് മുകളിൽ സുഗന്ധദ്രവ്യം പൂശുന്നതാണ്. അപ്പൊ ഈശോയുടെ പുരുഷ മരണത്തിലൂടെ വന്ന രക്ഷയുടെ അടയാളമാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ശരിക്കും ഞാനിന്ന് പ്രാർത്ഥിച്ചപ്പോ ഈശോ എനിക്ക് തന്നുകൊണ്ടിരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഈ കുന്തിരിക്കം ഉണ്ടല്ലോ, ഇൻസെൻസ്, ഈ ധൂപിക്കുന്നവരുത്. ശരിക്കും ഈ ധൂപിക്കുന്നവരുത് ഞങ്ങള് ഈ ശുശ്രൂഷയ്ക്ക് പോകുമ്പോ എക്സോർസിസത്തിന്റെ ഇതിന് പൈശാചിക ബന്ധനത്തിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോ ഏറ്റവും കൂടുതൽ ശരിക്കും ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു ആത്മീയ ഉപകരണം എന്ന് പറയുന്നതിന്റെ ഏറ്റവും മികച്ചു നിൽക്കുന്നത് ഈ ധൂപമാണ്. ഈ ധൂപത്തിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് ശരിക്കും അവിടെ പിശാച് ഇങ്ങനെ നമ്മൾ തോപത്തിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ഈ മത്സ്യത്തിന്റെ പുറത്ത് ഇങ്ങനെ ധൂപത്തിന്റെ കനലെടുത്തിടുമ്പോഴത്തേക്ക് അവയെല്ലാം ഇങ്ങനെ ദഹിപ്പിച്ചു കളയുന്നത് പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൈശാചിക ശക്തി അവിടെ പൂർണ്ണമായിട്ട് അഴിഞ്ഞു പോകുന്നുണ്ട്. ശരിക്കും ക്രിസ്തു ജനിച്ചു വീണപ്പോഴത്തേക്കും ഈ ധൂപം കൊണ്ട് അവിടെ നിറയപ്പെടുമ്പോ ശരിക്കും മുഴുവൻ ഈ പൈശാചിക ശക്തികള് അഴിപ്പിക്കുന്ന രീതിക്കുള്ള ദൈവിക ശക്തി ഇങ്ങനെ ജനിച്ചു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അടയാളം. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഇതിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോ ഈശോ തന്ന ഏറ്റവും വലിയൊരു മെസ്സേജ്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഇതിൽ ശരിക്കും ഈ ഒരു ആത്മീയ ഉപകരണം നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഈ പിശാചിന്റെ ശല്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. മനുഷ്യ മക്കൾക്ക് ഈ പ്രാർത്ഥനയിലല്ലാതെ നിൽക്കുന്നവർക്ക് ആർക്കും ക്രിസ്ത്യാനികളായിരുന്നാൽ പോലും അവർക്ക് ഈ പൈശാചിക ശല്യങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെന്ന് പറയാൻ ചിലർ അത് അവിശ്വാസത്തിലോട്ട് ഇപ്പോഴും കടന്നെടുക്കാത്തവരായിട്ടുള്ള മക്കളുണ്ട്, അനേകം പേരുണ്ട്. അപ്പോ ശരിക്കും ഇന്ന് പിശാച് മനുഷ്യ മനസ്സിനെ മനുഷ്യന്റെ ചിന്തകളെ ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ശരീരത്തെ അങ്ങ് തളർത്തിയിടുകയാണ്. പിന്നെ പ്രാർത്ഥനയിലോട്ട് വരുന്നവരെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ പൈശാചിക ബന്ധനത്തിന്റെ അഴിച്ചുമാറ്റമാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു ആവശ്യകത എന്ന് പറയുന്നത്. കാരണം ഈ ആത്മീയതയും പ്രാർത്ഥനയും പിടിച്ച് മരവിപ്പിക്കുന്ന രീതിക്കുള്ള പൈശാചിക ആക്രമണമാണ് ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് പിശാച് മനുഷ്യനെ പിടിച്ചിങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ ധൂപം കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വലിയൊരു വിശുദ്ധീകരണത്തിന്റെ ആവശ്യം ഇന്നുണ്ട്. അപ്പോ ഈ എപ്പിഫാനിയ തിരുനാളിലൂടെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു ആവശ്യം എന്ന് പറയുന്നത് ശരിക്കും പ്രാർത്ഥനയുടെ മലരുകൾ ഉയരുന്ന അവസരത്തിൽ ഈ പൈശാചിക ബന്ധനങ്ങൾ, പ്രാർത്ഥനയുടെ മലരുകൾ നമ്മുടെ ശബ്ദത്തിലൂടെ ആയിരുന്നു കഴിഞ്ഞാലും ആത്മാവിന്റെ നെടുവീർപ്പിലൂടെ ആയിരുന്നു കഴിഞ്ഞാലും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. ഈ ഉയരുമ്പോഴാണ് ദൈവത്തിലേക്കുള്ള ഒരു ഉള്ളിന്റെ ഉള്ളിൽ ഈശോയെ എന്നുള്ള ഒരു നിലവിളി വിളിക്കുന്ന അവസരത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിശാചിന്റെ ഈ ബന്ധന കെട്ടുകളെല്ലാം അഴിഞ്ഞു പോകുന്നത്. അപ്പോ നമ്മുടെ ഉള്ളില് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ളവർക്ക് കിട്ടുന്ന രണ്ടാമത്തെ ഒരു ദൗത്യം എന്ന് പറയുന്നത് ഈ ഒരു നെടുവീർപ്പിന്റെ നിലവിളിയിലൂടെ പിശാചുക്കളെ പൂർണ്ണമായിട്ടും ബന്ധിച്ച് ബഹിഷ്കരിക്കുവാനായിട്ടുള്ള ഒരു മുൻവിളി ആരാധന. അപ്പോ സകല വിധത്തിലുള്ള തിന്മ ശക്തികളുടെ സ്വാധീനങ്ങളിൽ നിന്ന് വലിയൊരു വിടുതലിന്റെ ഇതിനു വേണ്ടിയായിട്ട് നമ്മള് ഒത്തിരി ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്ന് സമൂഹത്തിന്റെ ഇടയ്ക്ക് നിലനിൽക്കുന്ന പാപബന്ധനങ്ങളുടെ കെട്ട് മനുഷ്യ മനസ്സുകൾക്ക് പോലും സങ്കല്പിക്കാൻ പറ്റാത്ത രീതിക്കുള്ള ഒത്തിരി സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തുമാത്രം തിന്മയുടെ ശക്തികളാണ് ഓരോ മക്കളെയും കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അവരുടെ മനസ്സൊക്കെ കൊണ്ടുചെന്ന് എത്തിച്ച്
ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന രീതിക്ക്, ഒരിക്കലും പുറത്തോട്ട് വരാൻ പറ്റാത്ത രീതിക്ക് ഇങ്ങനെ കെട്ടിയിട്ട് അവരെ പല വിധത്തിലുള്ള ബന്ധനങ്ങൾ, അത് തിന്മയുടെ രൂപങ്ങള് പല പല രൂപത്തിലും പല ഭാവത്തിലും ഒക്കെയാണ് മനുഷ്യരെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. ഒത്തിരി ചെറുപ്പക്കാർ, ഒത്തിരി യുവാക്കള് ഇതില് വഴുതി വീണ് ഒട്ടും എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത രീതിക്ക് അവനെ അധപതിച്ചിട്ടിരിക്കുന്ന രീതിക്ക് പല കുടുംബങ്ങളിലും ഇന്ന് തകർച്ചയുടെ തരിപ്പണമായിട്ടിരിക്കുന്ന അവസ്ഥകൾ ഒരുപാട് ഒരുപാട് പരാജയങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നു. ഒരുപാട് മാതാപിതാക്കൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേറ്റം കരയുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പോലും അറിഞ്ഞുകൂടാതെ കിടന്നു ഒത്തിരി ഒത്തിരി വേദനകളിലൂടെ കടന്നു. എനിക്ക് ഒരുപാട് പേരിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കുന്നത് ശരിക്കും കൂടുതലും വരുന്ന കേസുകൾ മിക്കവാറും ഇതുപോലുള്ളതൊക്കെയായിരിക്കും. കാരണം ഒരുപാട് വീടുകളില് ഇങ്ങനെ കുരുങ്ങിക്കിടക്കുന്ന അവസ്ഥകളാണുള്ളത്. മിക്കവാറും മക്കളുടെ ഒരു മാനസാന്തരത്തിന് വേണ്ടി ഈ അപ്പനും അമ്മയും വിശുദ്ധ അഗസ്റ്റിന്റെ മാനസാന്തരത്തിന് വേണ്ടി മോനിക്കാമ കടന്നുപോയതുപോലെ ഇങ്ങനെ മണിക്കൂറുകള്, ദിവസങ്ങള്, വർഷങ്ങള് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ ഇങ്ങനെ കടിച്ചമർത്തിയ വേദനകളോടുകൂടി ഇങ്ങനെ കടന്നു പോകേണ്ടി വരുന്നത്. പക്ഷെ എന്നാലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷ കൈവിടാൻ പാടില്ല, ഏറ്റവും പ്രാർത്ഥിക്കണം. കാരണം ഈ പിശാച് അഴിഞ്ഞു പോയേ പറ്റത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഇടപെടാതെ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാലേ പറ്റത്തുള്ളൂ. വിശുദ്ധ അംബ്രോസിന്റെ അടുത്തായിരുന്നു ഇങ്ങനെ മോനിക്കാമ്മ എപ്പോഴും പോയി ഇങ്ങനെ പറയും, പരാതി പറയും, എന്റെ മോൻ ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് അച്ഛൻ പറയുന്നതല്ല നന്നാവുന്നതായിട്ട് കാണുന്നില്ല. പക്ഷെ അപ്പോഴും ഒരു പ്രതീക്ഷയാണ്. അൽത്താരയുടെ മുമ്പില് മുട്ടിലിരുന്നു കൊണ്ട് രണ്ട് കാര്യങ്ങളും ഉയർത്തി പിടിച്ച് വിരിച്ചുകൊണ്ട് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് വേണ്ടി ഒരു പുരോഗമനമുണ്ട് എന്നുള്ളതായിരുന്നു വിശുദ്ധ മോനിക്കാമ്മയുടെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ എന്ന് പറയുന്നത്. എന്നിട്ട് ആ മകൻ മാനസാന്തരത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. ഹല്ലേലൂയ, നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഇന്ന് കർത്താവ് തരുന്ന ഈ രണ്ട് സന്ദേശങ്ങൾ, ഒന്ന് അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയായിട്ട് നമ്മളെല്ലാവരും തിരിക്കേണ്ടതായിരിക്കുന്നു. രണ്ടാമതായിട്ട് പ്രാർത്ഥനയുടെ മലരുകൾ രൂപം പോലെ ഉയരുമ്പോൾ ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യം ഈ പൈശാചിക ശക്തികളെ പൂർണ്ണമായിട്ട് അതിൽ നിന്നുള്ള ഒരു വിടുതലിന് വേണ്ടി വ്യക്തമായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പൊ പൗരോഹിത്യത്തിന്റെ അധികാരത്തിലൂടെ അത് ബിഷപ്പ് ഞങ്ങൾ എക്സോർസിസം ചെയ്യുമ്പോഴായിരുന്നു കഴിഞ്ഞാൽ ശരിക്കും അത് ബന്ധിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട്, അത് ബിഷപ്പ് പ്രത്യേകമായിട്ട് പെർമിഷൻ കൊടുക്കുന്ന അച്ഛന്മാർക്ക് മാത്രമേ ശരിക്കും അങ്ങനെ പൈശാചിക ബന്ധനങ്ങളെ ബന്ധിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള അധികാരമുള്ളൂ. അല്ലാതെ നമുക്ക് സ്വന്തം ശരീരത്തിലും സ്വന്തം ആത്മാവിലും ശരിക്കും സ്വന്തമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ പുറമേ നിന്ന് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് ബന്ധിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തില് ഇന്ന് അച്ഛൻ തന്ന ആ സന്ദേശം ഒന്ന് കൃത്യമായിട്ട് ഉൾക്കൊള്ളുക, ആ ദൗത്യം കറക്റ്റായിട്ട് ഒന്ന് ഏറ്റെടുക്കുക. ശരിക്കും ആ ഒരു പൈശാചിക ബന്ധനത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയായിട്ട് വിശുദ്ധ ഫൗസ്റ്റീനാമ നൽകുന്ന ആ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് അനേകം മക്കളെ വചനത്തിലൂടെയുള്ള വിടുതലിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഈ രണ്ട് ദിവസം നമുക്ക് ഞങ്ങൾ ഏറ്റെടുക്കുന്നു വെച്ചാൽ ഞങ്ങളിപ്പോൾ ഓൾറെഡി ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ 1 തുടങ്ങിയിട്ട് ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഒരു ദിവസം ഒരു രാജ്യത്തിന് വേണ്ടി, ഇന്ന് ചൈനയ്ക്ക് വേണ്ടിയായിരുന്നു, ഇന്നലെ ചിലി, അങ്ങനെ സിയിലെത്തി. ഇപ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി ഇപ്പോൾ സിയിലാണ് നിൽക്കുന്നത്. ചൈനയായിരുന്നു ഇന്ന് പ്രാർത്ഥിച്ചത്. അപ്പോൾ 7 സ്വർഗസ്വനായ ചൊല്ലി അങ്ങനെ ആവശ്യപ്പെട്ടു ഈശോ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഇന്നിപ്പോൾ ഒരാൾ ദർശനം കണ്ടത് ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ രക്തം ഇങ്ങനെ സ്പ്രിങ്കിള് ചെയ്ത് വട്ടത്തിൽ ഇങ്ങനെ ചൈനയുടെ മേളിൽ വീഴുന്നതായിട്ട് കാണിച്ചു. ഹല്ലേലൂയ. ഞങ്ങൾക്കൊരു അച്ഛൻ പറഞ്ഞത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങൾ പൈശാചിക ശക്തിയിൽ നിന്ന് ഒന്നാമത് പ്രതി ഞാനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. എന്നാ അച്ഛൻ അനുഗ്രഹം തന്നോളൂ പ്ലീസ്. എൻ്റെ വീട്ടിലുള്ള അന്ധകാര ശക്തി ഒന്ന് മാറാനും അച്ഛനൊന്ന് പ്രാർത്ഥിക്കണേ. ഓക്കെ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന, മഹത്വം, 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 മഹത്വം. കർത്താവേ സ്തുതി, ആരാധന, മഹത്വം. കർത്താവേ ആരാധന, ആരാധന. യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ സ്തുതി, യേശുവേ, 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 യേശുവേ. ജീസസ്, ജീസസ്, ജീസസ്.
ജീസസ് 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 ജീസസ്. ആമേൻ 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 ആമേൻ. രക്തം രക്തം രക്തം, യേശുവിൻ്റെ രക്തം ഈ മുറിയിൽ വീഴട്ടെ, ഞങ്ങളുടെ ഓരോരുത്തരിലും വീഴട്ടെ, അച്ഛൻ്റെ മേൽ വീഴട്ടെ. ആമേൻ 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 ആമേൻ. യേശുവേ സ്തുതി, ഗ്ലോറി ഗ്ലോറി ഗ്ലോറി, മഹത്വം മഹത്വം മഹത്വം, ആരാധന 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 ആരാധന. സ്തുതി യേശുവേ, സ്തുതി യേശുവേ. യേശുവിൻ്റെ രക്തമേ ഞങ്ങളുടെ മേൽ നിബദിക്കണമേ, യേശുവിൻ്റെ രക്തമേ ഞങ്ങളുടെ മേൽ നിബദിക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേലിൽ ഇറങ്ങി വരണമേ, പരിശുദ്ധാത്മാവേ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജീസസ് 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 ജീസസ്. Jesus, 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 Jesus. Amen, amen, amen. Jesus, amen, amen, amen. Jesus. Amen. വചനം ദൈവത്തോട് ദൈവം ജീവിക്കുന്നു. ആമേൻ ആമേൻ ആമേൻ. യേശുവേ യേശുവേ. യേശുവേ സ്തുതി. കുടുംബത്തെയും കർത്താവിന്റെ തൃക്കരങ്ങളിൽ സമർപ്പിക്കും. അനേക മക്കള് ശാരീരിക പീഡനങ്ങൾക്ക് ഇടയായിരിക്കുന്ന അനേക മക്കള് മന്ത്രവാദത്തിലൂടെയും കൂടോത്രത്തിലൂടെയും ശുദ്ധപ്രവർത്തനങ്ങളിലൂടെയും വിശുപ്രാപ്തിലൂടെയും പല വിധത്തിലുള്ള മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആസക്തികൾക്കൊക്കെ അടിമപ്പെട്ടുകൊണ്ട് ഒരിക്കലും മുക്തി നേടാൻ തന്നെ കഴിയാത്ത വിധത്തിൽ നിൽക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഈ നിമിഷം കർത്താവിന്റെ പീഡകളെ പ്രതിയുള്ള അവർക്ക് സൗഖ്യം, ഈശോയുടെ രക്തത്താൽ സൗഖ്യം നൽകണമേ എന്ന നിമിഷം നമുക്ക് ശക്തമായിട്ടൊന്ന് ഒരിക്കലും ചിന്തിച്ചുകൊണ്ടത്. യേശുവേ സ്തുതി, ആരാധന മാത്രം. കർത്താവേ രക്തമേ ഒഴുകണമേ, രക്തമേ ഈ മുറിയിലേക്ക് ഒഴുകണമേ, രക്തമേ ഞങ്ങളിലേക്ക് ഓരോരുത്തരിലും ഒഴുകണമേ. തിരു രക്തമേ ഞങ്ങളെ മൂടണമേ, തിരു രക്തമേ ഞങ്ങളിൽ നിബദിക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. Jesus. പാപം നീക്കും പുണ്യവചനം, ആനന്ദത്തിൻ ധന്യവചനം, ആത്മനല്ലു സ്നേഹവചനം, കാരുണ്യത്തിൻ ദിവ്യവചനം, പാപം നീക്കും പുണ്യവചനം, ആനന്ദത്തിൻ ധന്യവചനം, ആത്മനല്ലു സ്നേഹവചനം, ശക്തി നൽകും ആത്മനെ ഹല്ലേലൂയ പാടാം, നിത്യനാകും സ്നേഹമേ ശക്തി നൽകും ആത്മനെ ഹല്ലേലൂയ പാടാം, നിത്യനാകും സ്നേഹമേ ജീവിക്കുന്നു
കാരുണ്യത്തിന്റെ വചനം കൊണ്ട്, പാപം നീക്കുന്ന പുണ്യവചനം കൊണ്ട് അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥനാഗ്രഹത്തില് ഓരോ മക്കളെയും അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ ഗ്രൂപ്പിലുള്ള ഓരോ അംഗങ്ങളുടെ മേലെ ഈ നിമിഷം വന്നു പറയുന്നതായിട്ട് നിമിഷം വെളിപ്പെടുത്തുന്നുണ്ട്. ഈ നിമിഷം ഈ മക്കൾ ഓരോരുത്തരെയും അപ്പോസ്തല സൈനിക നിയമങ്ങളോടുകൂടെ അനേകം മാലാഖമാരുടെ സൈന്യങ്ങളുടെ വ്യൂഹങ്ങളോടുകൂടെ ഈ സമയങ്ങളിൽ ഉയർത്തുന്ന പ്രാർത്ഥന സകലവിധത്തിലുള്ള ശാരീരിക അവരുടെ കൊണ്ട് സകല മക്കളുടെയും സാഹചര്യ കെട്ടുകളായിരിക്കും. അവിടുത്തെ വചനത്തിന്റെ ശക്തിയാണ് ഈ നിമിഷം മാർക്കോസിന്റെ 16:16 പറയുന്നത് പോലെ സർപ്പത്തിന്റെ മേലും ദൈവന്റെ മേലും ചവിട്ടി നടക്കുവാനുള്ള അധികാരം നൽകിയ കർത്താവിന്റെ കൃപയാൽ സകല പൈശാചിക ബന്ധനങ്ങളും കർത്താവിന്റെ തിരുവചനത്തിന്റെ വചനത്തിന്റെ ശക്തിയാണ് ഓരോ മക്കളെയും നിറയ്ക്കുന്നത്. ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ ഓരോ മക്കൾക്കും അവരുടെ പ്രാർത്ഥനയും അവര് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഓരോ പ്രാർത്ഥനയിലൂടെ കർത്താവ് അവിടുത്തെ അഭിഷേകം അങ്ങ് നിറയ്ക്കുന്നുണ്ടല്ലോ. അങ്ങ് ഇവർക്ക് കൗൺസിലിംഗിന്റെ കൃപ നൽകുന്നതായിട്ട് കർത്താവ് വിളിക്കുന്നുണ്ടല്ലോ. മക്കൾ വരുന്നതിന് വിളിച്ച് അവരുടേതായിട്ടുള്ള ദുഃഖ സങ്കടങ്ങൾ വിവരിക്കുമ്പോഴും ഇവർക്ക് അവരുടെ ഭാവിയിൽ ഉള്ള ദർശനവരത്തിന്റെ കൃപ നൽകുന്നതായിട്ട് ഉള്ളിലുള്ള ദുഃഖങ്ങൾ ഇവരുടെ പേര് പറയപ്പെടുമ്പോൾ ഈ പറയുന്ന ദുഃഖങ്ങളുടെ പേരുള്ള ആശങ്കകൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഈ നിമിഷം അകന്നു പോകുന്നതായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്ന എല്ലാ മക്കളുടെ പേരും അവരുടെ സൗഖ്യം നൽകണം. പലവിധത്തിലുള്ള രോഗങ്ങളും വേദനകളും സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കുന്നത്. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള എല്ലാ മക്കളെയും ആഗ്രഹിക്കുന്ന ഇഷ്ടകാര്യങ്ങൾക്ക് കർത്താവിന്റെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് കർത്താവ് ഇവരെ അങ്ങ് നിർവഹിച്ചിരിക്കുന്ന ഇന്നത്തെ ഈ ദൗത്യത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഏറ്റെടുക്കുവാനായിട്ടുള്ള സഹനത്തിന്റെ ശക്തി കർത്താവ് മക്കൾക്ക് നൽകണമേ. ഇടപെടാനുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടരുടെ കെണികളും അതുപോലെ ശക്തികളുടെ മേല് ആഞ്ഞി അടിക്കുവാനായിട്ടുള്ള ശക്തി മക്കൾക്ക് നൽകണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഗ്നി കടന്നു വരുന്നതായിട്ട് ഗ്രൂപ്പിലുള്ള ചില മക്കൾക്ക് കർത്താവ് നിമിഷം നൽകുന്നതായിട്ട് കർത്താവ് ഗ്ലോറി ഗ്ലോറി സ്തുതി സ്തുതി ആരാധന മഹത്വം 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 കർത്താവേ സ്തുതി ആരാധന മഹത്വം 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 Jesus, have glory to you, Lord Jesus. Thank you, Lord. Thank you, Jesus. യേശുവേ സ്തുതി ആരാധന ആരാധന ആരാധന. അഗ്നി ഇറങ്ങട്ടെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങട്ടെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങട്ടെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങട്ടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങട്ടെ. നിബദിക്കട്ടെ ഞങ്ങളുടെ മേൽ നിബദിക്കട്ടെ. അങ്ങയുടെ അഗ്നി ഇറങ്ങട്ടെ. അങ്ങയുടെ രക്തം ഞങ്ങളുടെ മേൽ നിബദിക്കട്ടെ. രക്തമേ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമേ. ആമേൻ. ജീവിക്കുന്ന ദൈവപുത്രാ
യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. മഹത്വം മഹത്വം മഹത്വം. ഇങ്ങനെ ശക്തമായിട്ട് പരിശുദ്ധമ്മയുടെ സാന്നിധ്യം വെളിപ്പെട്ട് നിൽക്കുന്നുണ്ട്. എന്റെ മക്കളെ ജപമാല ഉയർത്തുന്നതിന്റെ ഒരു സാന്നിധ്യം, ആ ഒരു പ്രാർത്ഥനയുടെ ശക്തി അതിശക്തമായിട്ട് ഉയർന്നു നിൽക്കുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. പൂർണ്ണമായിട്ട് മാതാവിന്റെ സാന്നിധ്യത്തിലേക്ക് നന്മ നിറഞ്ഞു മറിയും. സുസ്ഥി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. മക്കളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണം. സകലത്തിലുള്ള വൈഷ്ണവ ലഭിക്കട്ടെ. ഇവരുടെ യാചനകളും പ്രാർത്ഥനകളും ആവിഷ്കരിക്കണമേ. വൈഷ്ണവാനികത്തിനുള്ള ഉപദ്രവങ്ങളിൽ നിന്നും സഹനത്തിലൂടെ കടന്നു പോകുന്ന ചില സഹോദരങ്ങളുടെ നിമിഷം വെളിപ്പെടുത്തുന്നുണ്ട്. മാനസികമായിട്ടും ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ കടന്നു പോകുന്നത് ശരീരത്തെക്കാൾ മനസ്സ് ഏറ്റവും കൂടുതലായിട്ട് വേദനിച്ച് ഏറ്റവും ഒരു വല്ലാത്ത വേദനയിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈശോയുടെ തിരുമുറിവുകളുടെ ശരീരത്തില് നിങ്ങളെ പേറുന്നതായിട്ട് അതെ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. ഈ നിമിഷം നമുക്ക് കർത്താവിന്റെ അനുഗ്രഹം യാചിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കും. ആമേൻ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ അച്ഛാ. കഴിഞ്ഞ മാസം അച്ഛൻ ഞങ്ങളോട് ഇപ്പം തന്ന അതേ മെസ്സേജ് തന്നെ കിട്ടിയിരുന്നു. നിങ്ങളായിരിക്കുന്ന ദേശം, ഇവിടെ ഇപ്പം സ്വിറ്റ്സർലൻഡ്, അമേരിക്ക എല്ലായിടത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. ദുബായ്, ഇന്ത്യ, പിന്നെ വേറെ അങ്ങോട്ടൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ആ ആത്മാക്കളെ നേടാനായിട്ട് ഒരു ചോസൺ ആൾക്കാരാണ് ഇവരെന്നുള്ള ഒരു ടോക്കാണ് ഒരു ദിവസം ഞാൻ കൊടുത്തത്. അതിപ്പോൾ അച്ഛൻ അത് എടുത്തു പറയുമ്പം ഇവർക്ക് തന്നെ അത് മനസ്സിലാകും. ഇത് ജോസ്പിന എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞതല്ല, ദൈവവിളിയാണ് ഇവർക്കുള്ളത്. അവരായിരിക്കുന്ന ജീവിതത്തിൻ്റെ അന്തസ്സത്തിൽ ജീവിത അന്തസ്സിൽ ജീവിച്ചുകൊണ്ട് ഇവർക്ക് ആത്മാക്കളെ നേടാനുള്ളൊരു വിളിയാണ് കൊടുത്തിരിക്കുന്നത്. അവരെല്ലാവരും അത് മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് ആ തീക്ഷ്ണതയും ദൈവം ദിവസമായിട്ട് കൊടുക്കുന്നുണ്ട്. അച്ഛൻ ഒത്തിരി താങ്ക്സ് പറയുന്നു. നല്ലൊരു ടോക്കായിരുന്നു. ഞങ്ങൾക്കൊരു ഞങ്ങളുടെ ജീവിതത്തിലുള്ള ദൈവവിളി അങ്ങ് ഇതിനകത്ത് കൂടെ അച്ഛനിൽ കൂടെ ഞങ്ങൾക്ക് ഇപ്പം വെളിപ്പെടുത്തി തന്നു. അതിന് അച്ഛന് ഒത്തിരി നന്ദി പറയുന്നു. ഈ വർഷം മുഴുവനും അച്ഛനും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുള്ള ഒരു ജീവിതം ജീവിക്കാനുള്ള കൃപ, ഒത്തിരി പേരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ള കൃപ അച്ഛന് ഈശോ തരട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ഗുഡ് ഡേ, എല്ലാവർക്കും ഗുഡ് വീക്ക്. ഒരു പുതിയ ആഴ്ച നിങ്ങൾക്ക് കർത്താവിൽ ഞാൻ നേരുന്നു. ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ ആമേൻ. ഇത് കോൾ ചെയ്ത സോഫി ഔസേപ്പ് പറഞ്ഞോ. സോഫി ഔസേപ്പ് പോയി. ആരോടെങ്കിലും പറയുമ്പോൾ അവരെ അങ്ങ് കട്ട് ചെയ്ത് കളയും. ആരേ പറഞ്ഞോളൂ.
സോഫി ഒന്നും അങ്ങനെ പോകുന്നതേ അല്ല. എന്ത് പറ്റി നോക്ക്. പറഞ്ഞ് പേര് ഉച്ചരിച്ചപ്പോ പോയി. ആലെ പറഞ്ഞു. സിസ്റ്റർ ഇന്ന് ആദ്യം സിസ്റ്റർ പ്രാർത്ഥിച്ച സമയത്ത് ഒത്തിരി പരിശ്രമാവിന്റെ ശക്തമായ അഭിഷേകം ഉണ്ടായിരുന്നു. സിസ്റ്ററിന്റെ കൂടെ അങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു മനസ്സുകൊണ്ട്. അതുപോലെ നല്ല അഭിഷേകമുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. അതുപോലെ ലാലിയും സിജിയും ദീപ്തിയും ഒക്കെ പ്രാർത്ഥിച്ചപ്പോ ഓരോ കാര്യങ്ങളും പറഞ്ഞ് പ്രാർത്ഥിച്ച് അവരൊക്കെ പരിശുദ്ധാത്മാവിന്റെ നിറവില് എല്ലാവരും പ്രാർത്ഥിച്ചത് നല്ലൊരു അനുഭവമായിരുന്നു. എല്ലാ കാര്യങ്ങളും എടുത്തെടുത്ത് പറഞ്ഞ് ആ പ്രാർത്ഥന എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഇന്ന് കുറച്ചുകൂടെ നല്ല വിഷയത്തോടെയായിരുന്നു. ശരിക്കും പരിശുദ്ധാത്മാവിന്റെ വിഷയത്തോടെയായിരുന്നു. അതുപോലെ സോഫി ജാനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും നല്ല അഭിഷേകമായിരുന്നു. അങ്ങനെ നല്ലൊരു അനുഭവമായിരുന്നു. ഏതായാലും സ്വർഗം സന്തോഷിച്ച അങ്ങനെയാണ് എനിക്ക് അത് ഫീൽ ചെയ്തത്. നമ്മുടെ ഈ പ്രാർത്ഥനയുടെ സ്വർഗം തീർച്ചയായിട്ടും സന്തോഷിക്കുന്നുണ്ട്. ഈശോ അനുഗ്രഹിക്കുകയും ചെയ്യും. ദീപ്തി എനിക്കറിയാം ഓരോ ടോക്ക് കേട്ടപ്പോഴും എങ്ങനെ കൂടുതൽ ഈ ഓരോന്ന് കേൾക്കുമ്പോഴും കൂടുതൽ ബോധ്യങ്ങളും അതുപോലെ അതിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു അനുഭവമാണ് കിട്ടണത്. അപ്പൊ കൂടുതൽ ഇനിയും ഈ പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഈശോയുടെ കൂടെ തന്നെ പ്രാർത്ഥിക്കാനും ജീവിക്കാനും ഓരോ നിമിഷവും ഈശോ കൊടുത്തുകൊണ്ട് തന്നെ ജീവിക്കാൻ, അതുപോലെ ക്ഷമ ചോദിക്കാനുള്ള ഇതുവരെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ നോക്കുമ്പോൾ സ്വന്തമായിട്ട് ജീവിച്ചതും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടായിട്ട് നമ്മളത് മനസ്സിലാക്കാതെ ജീവിച്ചു പോയ അപ്പൊ അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം, ലോസ്റ്റ് ആയി പോയെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പൊ ഈശോ കാണുന്നുണ്ടല്ലോ, നമുക്ക് ഈശോ അറിയാലോ, ഈശോ ഇഗ്നോറൻസ് നോക്കണില്ല പിന്നീട്. അപ്പൊ അതൊരു സന്തോഷം. അത് പിന്നെ വളരാനും ഇനി കൂടുതൽ ഇങ്ങനെ വളരാനുള്ളൊരു ഇത് കിട്ടി. ഓരോ ടോക്കിലും അങ്ങനെ തന്നെയായിരുന്നു. ഓരോരുത്തരുടെയും രാജ്യത്തിന്റെ ഒക്കെ മേലും ആ രാജ്യത്തിന് വേണ്ടി ഇനി ഓരോ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ഫലം അത് നമ്മുടെ പ്രാർത്ഥന വെറുതെ പോകൂല എന്നുള്ളൊരു പോലും ഈശോ ഉത്തരം സമയത്ത് കിട്ടുന്നുള്ളൊരു അങ്ങനെ ഒരു ഇത് കിട്ടുന്നുണ്ടായിരുന്നു. സിസ്റ്റർ ഭയങ്കര അഭിഷേകം നിറഞ്ഞതും അതുപോലെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുമ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്നത് പോലും. അതായത് ഈ കഴിഞ്ഞു പോയ കാലം, അതായത് എത്രയോ ആത്മാക്കളെ നേടാതെ, ഒരു ആത്മാവിനെ പോലും നേടാതെ എത്രയോ ദിവസങ്ങൾ, എത്രയോ വർഷങ്ങള് ഒരു ഉപയോഗം ഇല്ലാതെ പോയല്ലോ എന്നോർത്ത് ഞാൻ ഈശോയോട് മാപ്പ് ചോദിക്കായിരുന്നു. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യമൊന്നും ഇതുപോലൊരു ഗ്രൂപ്പോ ഇങ്ങനെ ഗൈഡ് ചെയ്യാനൊരു ആളോ ഒന്നും കുഞ്ഞിലേ നമ്മളുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവിനെ ഒരു കൂട്ടുകാരനെ പോലെ കൂടെ കൊണ്ട് നടന്ന് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം എന്ന് പറയാനും, അതുപോലെ ഓരോ കാര്യങ്ങളും പരിശുദ്ധാത്മാവിൽ കൊടുത്ത് ആ ശക്തിയിൽ ആശ്രയിച്ച് ചെയ്യണമെന്നൊന്നും പറഞ്ഞു തന്ന് നമ്മളെ പഠിപ്പിക്കാൻ ആരും ഇല്ലായിരുന്നല്ലോ എന്ന് ഞാൻ വിചാരിക്കാം. ആ ഒരു കാലത്തൊന്നും നമ്മളെ സാന്നിധ്യത്തെ വിലമതിച്ചില്ല. അപ്പൊ ഇന്നലെ സിസ്റ്റർ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവിനെതിരായ പാപം എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരാൾ കൂടെ ഉണ്ടല്ലോ, അതായത് ദൈവത്തിന്റെ ഒരു ആത്മാവിനെ നമുക്ക് തന്നിട്ട് ആ ആളെ അക്നോളജ് ചെയ്യാതിരുന്നതാണ് ഏറ്റവും വലിയ പാപം. അപ്പൊ അത്രയും വലിയ പാപമാണ് ഞാൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പരിശുദ്ധാത്മാവിനോട് മാപ്പ് ചോദിക്കായിരുന്നു. ഈശോയോടാണെങ്കിലും ശരിക്കും ഞായറാഴ്ച അല്ലെങ്കിൽ കുർബാന കാണാൻ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, തിരിച്ചു പോരുന്നു എന്നല്ലാതെ ഒരു ഇന്റിമസി ഇല്ലാത്തൊരവസ്ഥ ഇല്ലായിരുന്നു. കമ്മ്യൂണിക്കേഷനോ ഇല്ലായിരുന്നു. അതായത് ഒരു നമ്മള് ജസ്റ്റ് ഒരു കാര്യം പറയുന്നു, പോരുന്നു എന്നുള്ള റിലേഷൻഷിപ്പ് മാത്രം. അതുപോലെ ഈശോയെ സ്വീകരിച്ചിട്ടാണെങ്കിലും ആ ഒരു സാന്നിധ്യം ആത്മാവിൽ അറിയാനൊന്നും പറ്റിയിരുന്നില്ലാത്ത കാലങ്ങള്, അതിനെയൊന്നും വിലമതിക്കാത്ത കാലങ്ങളെ പറ്റിയൊക്കെ ആലോചിച്ച് ഞാൻ മാപ്പ് ചോദിക്കായിരുന്നു. പിന്നെ ആകെ ഒരു ആശ്വാസം ആ ഒരു വചനം മാത്രമാണ്, അജ്ഞതയുടെ കാലഘട്ടങ്ങളിൽ അത് മാത്രമാണ് ഒരു ആശ്രയം, ആശ്വാസം. ഈശോ ക്ഷമിക്കുമെന്ന് തന്നെ വിശ്വസിച്ച് ഇനിയുള്ള കാലം എന്തെങ്കിലുമൊക്കെ ഈശോ ആഗ്രഹിക്കുന്ന പോലെ ദൈവഹിതം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കണേ, അതിന് പരിശുദ്ധാത്മാവ് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ നിമിഷം. ഇന്ന് ലാലയും ഒക്കെ അവരൊക്കെ നേരത്തെ പ്രാർത്ഥിക്കുന്നുണ്ടായി. പക്ഷെ ഇന്ന് ലാല പറഞ്ഞ നമുക്ക് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അതായത് എന്താ പറയാ, ഒരു എക്സ്ട്രീം ഒരു പവർ. അതെനിക്ക് തോന്നുന്നു ഈ 3 ദിവസം പരിശുദ്ധാത്മാവിനെ ഈ ഗ്രൂപ്പിൽ ഇൻവോക്ക് ചെയ്ത് നമ്മൾ വെറും മണ്ടത്തികളുമാണ്.
അല്ലെങ്കിൽ നമ്മൾ ഈ ഗ്രൂപ്പ് തുടങ്ങിയപ്പം ഈ ബോധം വല്ലവനും കിട്ടണ്ടേ? എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഈശോ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി. ഈശോ നമ്മൾക്ക് ആ നിറവെന്നും ഉണ്ടായിരുന്നു. എന്നും തന്നെ പറയാറുണ്ട്, അല്ലെ നിങ്ങളും പറയാറുണ്ട്. പക്ഷെ ഇൻവോക്ക് ചെയ്തപ്പോൾ നിങ്ങളിൽ ഓരോരുത്തരും അത് വന്ന് നിറയുന്നുണ്ടായല്ലോ. ഹാലേലുയ, ഹാലേലുയ. അച്ഛൻ നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ കുറച്ചു നേരം മുന്നേ എന്നെ വിളിച്ചിരുന്നു ഇങ്ങോട്ടേക്ക്. നമ്മൾ വിളിച്ചിരുന്നുണ്ട്. അന്നേരം അച്ഛനെ കിട്ടിയിരുന്നില്ല, തിരക്കായിരുന്നെന്ന് പറഞ്ഞു. ഇനി ഇങ്ങോട്ട് വിളിച്ച് ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് സംസാരിച്ച്. ഹാലേലുയ, ഹാലേലുയ. അപ്പോൾ അച്ഛനത് പറയുന്നുണ്ടായി, നമ്മളെ ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛനും നമ്മുടെ ഗ്രൂപ്പിനെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ലാലി പറഞ്ഞോളൂ. സിസ്റ്റർ കൂടെ തന്നെ അങ്ങനെ ഈശോനോട് കൂടെ നടക്കാതിരുന്ന സമയങ്ങളെല്ലാം ഓർത്ത് ഇങ്ങനെ മാപ്പ് ചോദിച്ചൊക്കെ പ്രാർത്ഥിക്കുകയായിരുന്നു. അതുപോലെ ഇനിയും ഓരോ നിമിഷവും പലപ്പോഴും നമ്മളിങ്ങനെ ഈശോയെ അത് ചെയ്യാം ഇത് ചെയ്യാം ഇങ്ങനെ ചെയ്യട്ടെ എന്ന് പറയാറുണ്ടെങ്കിലും ഈശോയെ കൂടെ വായോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമുക്കത് ചെയ്യാം അങ്ങനെ കൂടെ വിളിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കാൻ തുടങ്ങാണ്. പക്ഷെ പലപ്പോഴും ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഓരോ കാര്യങ്ങളായിരിക്കും ഈശോനെ വിളിച്ചില്ലല്ലോ അവിടെ നിന്ന് എന്ന് ഓർത്തു പോകുന്നത്. അപ്പൊ അതൊക്കെ ഇനി കുറെ ഇമ്പ്രൂവ്മെന്റ് വരുത്തി അതന്നെ അങ്ങനെ വിശുദ്ധാത്മാവിനോട് സഹായം ചോദിച്ചുകൊണ്ട് ഈശോനെ കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാം ചെയ്യാനായിട്ട് ഇനിയും അതായിരിക്കണം എന്റെ ലക്ഷ്യവും ഞാൻ വിചാരിക്കുന്നത്. സിജി രണ്ടുപേരും ഉണ്ടല്ലോ, രണ്ടുപേരും സിജി പറഞ്ഞ ആദ്യം. സിസ്റ്ററിന്റെ പ്രയർ ടോക്ക് ഭയങ്കര അഭിഷേകം നിറഞ്ഞൊരു ടോക്കായിരുന്നു. കുറച്ച് പുതിയ ബോധ്യങ്ങൾ കിട്ടി. അതായത് ആത്മാവിൽ എപ്പോഴും ഈശോയോട് കൂടെ ആയിരിക്കണം, എവിടെയായിരുന്നാലും, ജോലിയിലായിരുന്നാലും, വീട്ടിലായിരുന്നാലും അങ്ങനെ ആയിരിക്കാനുള്ള ആ കണക്ഷൻ പള്ളി വന്ന് കുർബാന കഴിഞ്ഞത് പോകുമ്പം തീരുന്നതല്ല. അത് കണ്ടിന്യൂറ്റി ഉണ്ട് അതിന്. നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമ്മുടെ ആത്മാവിനെ സമർപ്പിച്ച് നമ്മൾ എന്തെങ്കിലും പണി ചെയ്തോട്ടെ, ഓരോ ഹാർട്ട് ബീറ്റും ദൈവസന്നിധിയിൽ നമുക്ക് നന്ദി പറഞ്ഞ് അർപ്പിക്കാന്ന് ഏൽപ്പിച്ചാൽ ആ ഹാർട്ട് ബീറ്റ് അത് തന്നെ ചെയ്യും. ആ ഒരു ബോധ്യം കിട്ടിയതല്ലേ. പിന്നെ അതുപോലെ തന്നെ ഒരു ആത്മാവിനെങ്കിലും ഒരു ദിവസം നേടാനായിട്ട് സാധിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ നമുക്ക് പോയി അവരടുത്ത് വിശേഷം പറയാൻ പറ്റിയില്ലെങ്കിലും ഇന്റർസെസറി പ്രയർ വഴി നമ്മൾ അങ്ങനെ നമുക്ക് ഓരോ ആത്മാക്കളെ നേടാനായിട്ട് സാധിക്കും. അങ്ങനെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ പുതുവർഷത്തില്. പിന്നെ അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ ഇൻവോക്ക് ചെയ്ത് പ്രാർത്ഥിക്കാനും പരിശുദ്ധാത്മാവിനോട് കൂടുതൽ സഹായം യാചിക്കാനും ഒക്കെ ഉള്ള ഒരു അവബോധ്യം ഇന്ന് കിട്ടി സിസ്റ്ററിന്റെ ടോക്കിലൂടെ. ആമേൻ, ആമേൻ, ആമേൻ. സോഫി പറഞ്ഞോളൂ. ജോൺസൺ പറഞ്ഞു. ജോൺസൺ ഇല്ലേ അടുത്തുണ്ടല്ലോ, പറഞ്ഞോ. സിസ്റ്ററിന്റെ പ്രാർത്ഥന ഭയങ്കര അഭിഷേകം നിറഞ്ഞാണ്. പിന്നെ പരിശുദ്ധാത്മാവിനോട് ഈ 2-3 ദിവസമായല്ലോ നമ്മളിപ്പോ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഒരു പുതിയൊരു അഭിഷേകമാണ് അത്. പരിശുദ്ധാത്മാവിന്റെ പുതിയ സഹായം നമുക്ക് കിട്ടാൻ വേണ്ടിട്ട് ഞാനിപ്പോ അതിപ്പോ രാവിലെ എനിക്ക് പ്രാർത്ഥിക്കുമ്പോ ഒരു കൊന്ത നിറച്ച് പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ, എന്നെ നയിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയെ അപ്പൊ അത് കൊന്ത തീർത്തിട്ടാണ് പിന്നെ ആരാധന പരിശുദ്ധാത്മാവിനോടുള്ള കൂടുതൽ ബോധ്യം ഇപ്പൊ ഈ 2-3 ദിവസമായിട്ട് സിസ്റ്റർ പറയുമ്പോ അത് കൂടുതലായിട്ട് ആ ഇത് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്രയും നാള് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ച നിമിഷങ്ങളോർത്ത് മാപ്പി ചോദിച്ചു പ്രാർത്ഥിക്കണേ. അതുപോലെ ഈശോനെ പറയണ്ടല്ലോ 12:12 എന്താണ് നിങ്ങളെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കുമെന്ന് പറയണ്ടല്ലോ. അത് തന്നെ ഒരു വലിയൊരു ആ ഒരു ബോധ്യം ഇപ്പൊ സിസ്റ്റർ പരിശുദ്ധാത്മാവിന് വേണ്ടി പറയുമ്പോ അത് കിട്ടാണ്. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥന ഭയങ്കര അഭിഷേകം നിറഞ്ഞാണെന്ന് ആ പരിശുദ്ധാത്മാവിനെ പ്രത്യേകമായിട്ട് ഫീൽ ചെയ്തു അല്ലേ? ശരിക്കും അതന്നെ. അപ്പൊ അത് കഴിഞ്ഞ പിന്നെയാണ് നമുക്കില്ലാതെ പോയതും അതാണ് ഈ 6 മാസം. അതന്നെ. അതെ, എന്നാലും വേണ്ടില്ല, പഠിപ്പിച്ചല്ലോ ഇത് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട്. അതൊരു സമാധാനം തന്നെയാണ്. കുർബാനയില് നമ്മള് നിക്കുമ്പോ ഒക്കെ ഭയങ്കര ഇതായിരിക്കും. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് രണ്ടുപേരോട് വർത്താനം കഴിഞ്ഞ അത് തീർന്നു പോകണം മൊത്തത്തില്. ആ ഒരു ഫീലിംഗ് അങ്ങോട്ട് പോകണം. ഈശോയോടുള്ള സ്നേഹം അതൊക്കെ തീർന്നു. അതന്നെ. അതൊക്കെ സിസ്റ്റർ എന്ന് പറഞ്ഞു കഴിയുമ്പോ ഭയങ്കര ഒരു ഇതായി അത് എടുത്തു പറയുമ്പോ ഒരു സമയം പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാണ്ട് പരിശുദ്ധാത്മാവിനോട് കൂട്ടുപിടിച്ച് ഈ 2026 വേണ്ടി കൂടുതൽ അഭിഷേകം നിറയാനും പുതിയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഓരോ ആത്മാവ് പോലും നശിച്ചു പോവാതെ ആത്മാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് ഉള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സോഫി സിസ്റ്ററിന്റെ ടോക്ക് കൂടെ പരിശുദ്ധാത്മാവിന്റെ വായിച്ചപോലെ തന്നെ അതുകൂടെ നടന്നു പോയി. പിന്നെ അതേപോലെ തന്നെ മറ്റുള്ളവരുടെ 3 പേരുടെ സിജിയുടെയും ഡാഡിയുടെയും ഇബ്തിയുടെയും മറ്റുള്ള ദിവസങ്ങളെക്കാളും നല്ലൊരു അഭിഷേകമായിരുന്നു.
നമ്മള് അതില് മെല്ലെ മെല്ലെ പ്രാർത്ഥിക്കാറുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും ഞാൻ നേരത്തെ തന്നെ അഭിഷേകം പ്രാപിച്ചിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് നിറഞ്ഞു വരികയാണ്. അങ്ങനെ അത് ഒരു വലിയ സമാധാനം, എനിക്ക് സന്തോഷമായിട്ടുണ്ട്. ആമേൻ. പരിശുദ്ധാത്മാവിനെ എടുത്ത് അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. ഈശോയോട് അതെ പറയുമ്പോൾ അങ്ങോട്ട് പറയാൻ അതെ അതെ പരിശുദ്ധാത്മാവിനെ പറഞ്ഞങ്ങനെ പ്രാർത്ഥിക്കാറില്ല. നമുക്കറിയില്ലായിരുന്നല്ലോ. അറിയില്ല. പിന്നെ കുർബാനയ്ക്ക് നമ്മളിപ്പോ അച്ഛൻ പറയില്ല, അവസാനം മുമ്പ് പറയില്ല പരിശുദ്ധാത്മാവ് നേരിട്ട് ഒരു ആശീർവാദം ചെയ്യണം. അപ്പൊ പരിശുദ്ധാന കുമ്പിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു പറയണമെന്ന് പറയും. അങ്ങനെ പറയും. അങ്ങനെയൊക്കെ പറയുമ്പോ അങ്ങനെ അങ്ങോട്ട് എടുത്ത് പറയാറില്ലായിരുന്നു. പിന്നെ കുർബാന കഴിഞ്ഞ് വരുമ്പോഴും ഞാൻ പോണിട്ടാണ് ഈശോ എന്ന് പറയാം, അതാണ്. കൂടെ വരണേമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അല്ലെങ്കിൽ ഞാൻ അതെ അതെ പോണിട്ട് ഈശോ ഞാൻ അത് പണ്ടത്തെ ഒരു ലൈവ് വീഡിയോയിൽ ഇട്ടതായിരുന്നു. ഓർക്കുന്നു. അപ്പൊ സിസ്റ്റർ പറഞ്ഞു കൂടെ വേണേന്ന് പറഞ്ഞു. ഇപ്പൊ തൊട്ട് നിൽക്കുമ്പോ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ പരിശുദ്ധാത്മാവേ പറയുന്നത് പരിശുദ്ധാത്മ ഈ 3-4 ദിവസത്തെ ടോക്ക് ഉണ്ട്. പിന്നെ ഞാൻ ഇപ്പൊ പരിശുദ്ധാത്മാരുടെ ജപമാല ചെല്ലുണ്ട്. സിസ്റ്റർ യൂട്യൂബിൽ പരിശുദ്ധാത്മാരുടെ ജപമാല എങ്ങനെ ചെല്ലണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 3-4 ദിവസം കൊണ്ട് ഞാൻ പരിശുദ്ധാത്മാരുടെ ജപമാല ചെല്ലുണ്ട്. അപ്പൊ അങ്ങനെ പരിശുദ്ധാത്മാരെ അറിയാണ്ട് പോയി നിമിഷങ്ങളെയൊക്കെ മാപ്പ് പറഞ്ഞു. പിന്നെ ഇങ്ങനെ നമ്മുടെ നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ പരിശുദ്ധാത്മാ എന്ന് പറയാൻ അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഗ്രൂപ്പിൽ വന്ന ശേഷം പല പല ബോധ്യങ്ങളും കിട്ടി. പ്രത്യേകിച്ച് ഇപ്പൊ 3-4 ദിവസം കൊണ്ട് പരിശുദ്ധാത്മാവിനെ എപ്പോഴും വിളിച്ച് പരിശുദ്ധാത്മാവൻ നിറയണമെന്ന് എപ്പോഴും പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടി. പിന്നെയും കൂടുതലായിട്ട് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ച് പല ആത്മാക്കളിലേക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ട് അഭിഷേകം ചെയ്യിക്കാന്ന് പ്രാർത്ഥിക്കാന്ന് കൃപ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടി ശ്രമിക്കും. പിന്നെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചൊക്കെ ഞങ്ങളെയൊക്കെ അറിയാതെ കണ്ടാണ് പറഞ്ഞ അച്ഛതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ലല്ലോ. അപ്പൊ അതുപോലെ അത് മനസ്സിൽ വെച്ച് ദൈവം പൊറുക്കും തന്നെ മനസ്സിൽ വിചാരിക്കണം. ഗ്ലാഡിസ് പറഞ്ഞോളൂ. ഇന്നത്തെ എല്ലാവർക്കും പ്രാർത്ഥനയും പരിശുദ്ധാത്മാവ് അഭിഷേക പ്രാർത്ഥന തന്നെയായിരുന്നു. ശരിക്കും നമുക്ക് ഒരു സഹായകനെ തന്നിട്ടുണ്ട്. ഞാൻ സ്വർഗത്തിൽ ചെന്നാല് ആ സഹായകനെ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് അയക്കും. പക്ഷെ നമ്മൾ ആ സഹായകനെ ഒരിക്കലും ഉപയോഗിച്ചിട്ടുള്ള ഒരു പേഴ്സണാണ്, ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് എന്ന് ഉള്ള വിധത്തില് ഒരിക്കലും എടുത്ത് ഉപയോഗിച്ചിട്ടില്ല. ശരിക്കും അത് നമ്മുടെ അജ്ഞതയാണ്. ശരിക്കും നമുക്ക് ഗൈഡൻസ് തരാൻ ആളില്ല. സിസ്റ്റർജി പറഞ്ഞ പോലെ ചെറുപ്പത്തില് നമുക്ക് പല തെറ്റുകളിലും പറ്റാറുണ്ട്. പക്ഷെ ഗൈഡൻസിന് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസിന് ആളില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, നമ്മളിൽ വസിക്കുന്നു എന്നുള്ള ഒരു നമ്മുടെ പിന്നെ മാമോദീസയിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയ അത് നമ്മൾ ജ്വലിപ്പിക്കുന്നില്ല. അങ്ങനെ ഗൈഡൻസ് ഒന്നും തരാൻ ആളില്ലാത്തോണ്ട് പല തെറ്റുകളിലെ കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ സിസ്റ്റർജി പറഞ്ഞ വളരെ ശരിയാണ്. പല സംഘടനകളിലും പള്ളിയിലുള്ളതാണേലും ആ സംഘടനകളിൽ കയറി അങ്ങനെ നടക്കും. പക്ഷെ ഈശോയെ പലപ്പോഴും പള്ളിയിലെ സംഘടനയാണെങ്കിൽ തന്നെ ഈശോയെ പലപ്പോഴും അറിയാതെ പോകാറുണ്ട്. അങ്ങേരുടെ പേരിലാണ് സംഘടന ഉള്ളത്, പക്ഷെ നമ്മൾ അങ്ങേരുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. അത് തന്നെ. പിന്നെ ഞങ്ങൾ അങ്ങയുടെ അഭയ ശിലകളാണ്, ഗൈഡൻസ് തരണമേ എന്നൊക്കെ പിന്നെ ഞങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഞങ്ങള് പ്രാർത്ഥിക്കുള്ളൂ. അതൊക്കെ അങ്ങനെയായിരുന്നു. ചെറുപ്പത്തിലൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ ഒരു സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലി അങ്ങനെയുള്ള ഇതായിരുന്നു. പിന്നെ ഞങ്ങള് അങ്ങയുടെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹിക്കണമേ എന്നും അങ്ങയിൽ അലിഞ്ഞു ചേരലാണ് ഞങ്ങളുടെ ജീവിതം എന്നൊക്കെ വളരെ ഇതായിട്ട് സിസ്റ്റർ പറഞ്ഞ് പ്രാർത്ഥിക്കുകയുണ്ടായിരുന്നു. ജീവിത വ്യഗ്രതയിൽ പലപ്പോഴും തെറ്റിലോട്ട് പോയി ഞങ്ങൾക്ക് പല ന്യായങ്ങളും ഉണ്ടായിരുന്നു. അത് ശരിയാണ്, നമ്മൾ അങ്ങനെ വീണത് അങ്ങനെയാണെന്ന് നമ്മൾ തന്നെ മനസ്സിൽ ന്യായങ്ങൾ നിരത്തുമായിരുന്നു. അതൊക്കെ മനസ്സിലാക്കി പിന്നെ ഒരാത്മാവിനെ നേടാത്ത ഒരു ദിവസം പോലും ഉണ്ടാകരുത്. അതൊക്കെ പറയുമ്പോ നമുക്ക് എല്ലാ ആ ദിവസവും ഓർമ്മ വരും, ഒരാത്മാവിനെങ്കിലും നേടണം എന്നുള്ള. പിന്നെ സ്വർഗം തുറക്കുന്ന അതെനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ടച്ച് ചെയ്തു. സ്വർഗ കവാടം തുറക്കുന്ന പ്രാർത്ഥന ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വളരെ ടച്ച് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. പിന്നെ എല്ലാവരും പ്രാർത്ഥിച്ചതിൽ വ്യത്യസ്ത രീതിയിൽ ഇന്നൊരു വല്ലാത്ത അഭിഷേകം തന്നെയായിരുന്നു. ആമേൻ ആമേൻ. സുജ കേൾക്കാൻ പറ്റിയിരുന്നവല്ലോ? ഞാന് സുസ്നെ ടോക്ക് കഴിഞ്ഞപ്പോഴാണ് കേറിയത്.
എങ്കിലും സിജിയും പിന്നെ ലാലിയും പിന്നെ ദീപ്തൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ശരിക്കും കണ്ണീര് വന്നു പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവിനോട് അറിഞ്ഞിട്ടില്ലായിരുന്നു. നമ്മുടെ കുഞ്ഞുനാളിലൊന്നും നമുക്ക് അങ്ങനെ ആരും പറഞ്ഞു തരാനോ ഒന്നും ഇല്ലാത്തതിന്റെ പേര് നമ്മൾ പരിശുദ്ധാത്മാരെ അറിയത്തില്ല. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും നമ്മള് ഈശോയുടെ കാര്യങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്ന ആ ഒരു രീതിയായിരുന്നല്ലോ. അപ്പം ഇപ്പൊ ഈ 2 ദിവസം 3 ദിവസമായിട്ട് നമ്മളിങ്ങനെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞതിന് ശേഷം ഞാനാണെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ലുത്തീനിയെ ചെല്ലാൻ തുടങ്ങി. അതുപോലെ ഒക്കെ വലിയൊരു കാര്യമായിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിനെ നയിക്കട്ടെ. ഇനി ഈ പറഞ്ഞ അതേ പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കുക. ആരെങ്കിലും ഒന്ന് പറഞ്ഞേ ഒരു പ്രാർത്ഥന. പരിശുദ്ധാത്മാവെ സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന ഞങ്ങളെ പഠിപ്പിക്കണമേ. വെരി ഗുഡ്. പ്രാർത്ഥിക്കാം. നമുക്കത് തന്നെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ ഒരു കൊന്ത മുഴുവനുമാണ് ചെയ്യേണ്ടത്. ആമേൻ ആമേൻ ആമേൻ.